Hi, Sensei. Good evening. How are you doing? Hi, good evening, ladies and gentlemen, all the leaders. Welcome on board. It's exactly 7:30. So those who are there, just go to the chat and type 7:30. If it's 7:30 at your place, just go and type 7:30. If I'm audible, just say yes, please. If I'm audible, just say yes. Okay, thank you very much. Okay, great. Yes, sir. Thank you. So just go and type 7:30 because today I am not in my studio. I'm not in my studio and this is a new place now. Let me just switch on my camera. Okay, this is a hospital and I'm here for a surgery. So my surgery is going to take place tomorrow morning. So I just came here. So I told the doctor that I have got a session. So I don't want to cancel the session because I know that you're all waiting for, sorry, this is Malayalam. ഞാൻ ഇവിടെ എന്റെ സാധാരണ ഇരിക്കുന്ന സ്റ്റുഡിയോയിലല്ല ഇരിക്കുന്നത് എന്ന് ഞാൻ ഇന്നുള്ളത് ഒരു ഹോസ്പിറ്റലാണ് ഒരു സർജറിക്ക് വേണ്ടി വന്നത് നാളെയാണ് എന്റെ സർജറി മൈനർ സർജറിയാണ് ഒരു ഗാൾ ബ്ലാഡർ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഞാൻ ഡോക്ടറോട് അതിന് പറഞ്ഞു എനിക്ക് സെഷൻ ഉണ്ട് അപ്പം ഒരു കുഴപ്പമില്ല അപ്പൊ ഇവിടുത്തെ ഇന്റർനെറ്റ് കണക്ഷൻ കുറച്ച് സ്ലോ ആണെന്ന് പറഞ്ഞു അപ്പം ബൈ ചാൻസ് ഇന്റർനെറ്റ് കണക്ഷൻ പോവാണെങ്കിൽ ക്ഷമിക്കാൻ ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കും so are you all okay with that if you are okay just give me a thumbs up say okay type it or just say okay so okay great excellent so okay, all are okay for me. Thank you very much so ഇതില് ചിലർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക ഫസ്റ്റ് ടൈം വരുന്നവര് ജസ്റ്റ് നമ്പർ വൺ ടൈപ്പ് ഞാൻ കുറെ ഒച്ചയിൽ സംസാരിക്കില്ല കാരണം വേറെ പേഷ്യൻസ് ഒക്കെ ഉണ്ട് മറ്റു റൂമിലൊക്കെ അപ്പൊ ഞാൻ വളരെ കുറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം ഇഫ് ഇറ്റ്സ് ഓക്കെ നമ്പർ വൺ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ജസ്റ്റ് വൺ ടൈപ്പ് ചെയ്യാം താങ്ക് പ്രശാന്ത് ബോസ് ഫസ്റ്റ് ടൈം എനിബഡി എൽസ് ഫസ്റ്റ് ടൈം എന്റെ ഈ ഒരു സെഷൻ അതായത് റീചാർജ് എന്നുള്ള പ്രോഗ്രാം ഫസ്റ്റ് ടൈം വരുന്നവർ ജസ്റ്റ് നമ്പർ വൺ ടൈപ്പ് ചെയ്യും ഓക്കെ Libby, thank you very much. Welcome on board. Is there anybody else? Okay, for the first time. Okay, great. Shamsuddin, Mangalasheri, good. Right. Yes. Okay. So, okay, great. So, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം അതാണ് ഇവിടെ നടക്കില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നൽകുന്നതാണ് ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് ലീഡർഷിപ്പിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കുറിച്ചായിരിക്കാം പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിരിക്കാം പേഴ്സണൽ മാസ്റ്ററിനെ കുറിച്ചായിരിക്കാം ബിസിനസിനെ കുറിച്ചായിരിക്കാം കരിയറിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത ബിസിനസ്സുകൾ ഉണ്ടാവും വ്യത്യസ്ത മോഡൽ ഓഫ് ബിസിനസ് ഉണ്ടാവും അപ്പം ഞാൻ എന്റെ ആൻസർ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് മോഡൽ ബേസ് ചെയ്തിട്ട് ആയിരിക്കില്ല കാരണം അതിന് ബേസ് ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ അതിന് ഒരുപാട് ടൈം ചെലവാകും അപ്പൊ വളരെ കൃത്യമായിട്ട് ഞാൻ ആൻസർ തരുമ്പോൾ അത് ലീഡർഷിപ്പ് പെർസ്പെക്റ്റീവ് എന്നുള്ള ആൻസർ ആയിരിക്കും ഞാൻ തരാം അപ്പം അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേ ഞാൻ തരുള്ളൂ അതല്ല അതിന് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് വേറൊരു ദിവസം one-on-one കോച്ചിങ്ങിന് വരാൻ പറയും so let's start any questions just go ahead and you can ask me questions I'm more than happy to answer your questions Good evening, sir. Good evening, yes. And that is Abdul Hamid, am I right? Abdul Hamid Malappuram. Okay, പറഞ്ഞോളൂ എന്താ ക്വസ്റ്റ്യൻ എന്താണ് സർ ഓവർ തിങ്കിങ് മറികടക്കാനുള്ള വഴി പറഞ്ഞു തരുമോ ഓവർ തിങ്കിങ് വരാനുള്ള കാരണം എന്താണ് പറയാം ഓവർ തിങ്കിങ് വരാനുള്ള കാരണം എന്താണ് പറയാം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്ന് കൂടിയത് കൊണ്ടാണ് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാറുള്ളത് എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ആഗ്രഹങ്ങളാണെന്നാണ് ഞാൻ പറയാറുള്ളത് അപ്പൊ നിങ്ങൾ ഞാൻ ചോദിക്കേണ്ടത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരേ സാധനമാണോ അതോ വ്യത്യാസമാണോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരേ സാധനമാണോ അല്ലെങ്കിൽ വ്യത്യസ്ത സാധനങ്ങളാണോ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരേ ഒന്നിനെയാണോ അതോ വ്യത്യസ്ത സാധനം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനെയാണ് നമ്മൾ സ്വപ്നം ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്വപ്നം ഉള്ളത് പറയാം എന്തൊക്കെയാണ് സ്വപ്നം ഉള്ളത് പെട്ടെന്ന് പറഞ്ഞോളൂ നല്ലൊരു അറിയപ്പെട്ടൊരു എഴുത്തുകാരനാവണമെന്നുണ്ട് അതുപോലെ തന്നെ ട്രെയിനർ ആവണം Okay, trainer.
വേറെ എന്തെങ്കിലും ആവാൻ ആഗ്രഹം ഉണ്ടോ? വേറെ എന്തെങ്കിലും ആവാൻ ആഗ്രഹം ഉണ്ടോ? വേറൊരു ഇസ്ലാമിക് പണ്ഡിതനാകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ്? റിലീജിയസ് എന്താണ്? അതെ അതെ, റിലീജിയസിന്റെ ഒരു സ്കോളർ. സ്കോളർ. ഓക്കെ, സ്കോളർ. ഓക്കെ, ഇതില് റൈറ്റർ എന്നുള്ള ആദ്യം നോക്കുക. ഓക്കെ, റൈറ്റർ എന്നുള്ളത് നോക്കുമ്പോൾ 0 to 10, 0 തീരെ ആഗ്രഹമില്ല, 10 എന്ന് വെച്ചാൽ ശരിക്കും ആഗ്രഹമുണ്ട് ഒരു റൈറ്റർ ആവാൻ. നിങ്ങൾ ഏത് നമ്പറിലായിരിക്കണം? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആഗ്രഹമില്ല. അതേ സമയത്ത് മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഈ ഒരു വ്യക്തിനോട് സംസാരിക്കുക, ആ വ്യക്തി മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് പറയൂ. അബ്ദുൽ ഹമീദ് പറയൂ. 0 to 10. 0 നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല, 10 എന്ന് വെച്ചാൽ ശരിക്കും താല്പര്യമില്ല. ഏത് നമ്പറാണ് നിങ്ങളുടെ? 9. ഓക്കെ, ഒരു റൈറ്റർ ഓക്കെ, ഒരു ട്രെയിനർ എന്ന നമ്പർ എന്ത് നമ്പർ കൊടുക്കുക 0 to 10? 7. ഓക്കെ, ഒരു റിലീജിയസ് സ്കോളർ എന്നുള്ളത് ഏത് നമ്പർ കൊടുക്കാം? റിലീജിയസ് സ്കോളർ എന്നുള്ള ഏത് നമ്പർ കൊടുക്കാം? 7. അപ്പൊ ഇതെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു റൈറ്റർ ആവാൻ ആഗ്രഹം. വളരെ സിമ്പിളാണ്. മനസ്സിലായില്ലേ? അമീത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് റൈറ്റർ ആവാനാണ് കൂടുതൽ താല്പര്യം അല്ലേ? ശരിയാണോ? ശരിയാണ്. പക്ഷെ സാറേ, അങ്ങനെ ആകുമ്പോൾ പക്ഷെ ഞാൻ മനസ്സിലാക്കിയ പറഞ്ഞോളൂ. സമൂഹത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. അപ്പൊ അതായത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് പല എഴുത്തുകാരും അവരുടെ ജോലിയോടൊപ്പം അവരുടെ രചനകൾ കൊണ്ടുപോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രധാന ഇതായിട്ട് രചനയെ കൊണ്ടുപോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, നമ്മൾ ഇത് നോക്കാം. നിങ്ങൾക്ക് ഒരു എഴുത്തുകാരനാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ സ്റ്റെപ്സ് ഉണ്ടെന്ന് പറയാം? നല്ല വായന വേണം. ഓക്കെ, റീഡിങ്. മറ്റെന്താണ്? നല്ലൊരു ഇതൊക്കെ ഒരു 10 മിനിറ്റ് മുമ്പ് എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് ഇവിടെ, ഉണ്ടാവുന്നില്ല എനിക്കറിയില്ല. പുള്ളി ഇപ്പം ഓൺലൈനിൽ ഉണ്ടാവുന്നില്ല അറിയില്ല. പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ട് പുള്ളി മറ്റൊരു ഓതർ, അതും എന്റെ സ്റ്റുഡന്റ് ആണ്. ഒരു സ്റ്റുഡന്റ് മറ്റൊരു സ്റ്റുഡന്റ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഒരു 5 മിനിറ്റ് മുമ്പ് അയച്ചെന്നു. അവര് ഒരു 30 ദിവസം കൊണ്ടാണ് ഈ ബുക്ക് എഴുതിയത്. ഒരു 30 ഇതാ ഇവിടെ കാണുന്നുണ്ടോ എനിക്കറിയില്ല. കണ്ടോ? രണ്ടും എന്റെ സ്റ്റുഡൻസ് തന്നെയാണ്. രണ്ടാൾ എഴുത്തുകാരാണ്. അതിൽ ഒരാള് ആമസോൺ ബെസ്റ്റ് സെല്ലറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. എന്ത് വിഷയത്തിനെ കുറിച്ചാണ് എഴുതാൻ താല്പര്യമുള്ളത്? എന്ത് വിഷയത്തിലുള്ള ഇൻസ്പിറേഷനെ കുറിച്ചിട്ടൊക്കെ? പിന്നെ കൂടുതൽ ഞാൻ കവിതകളാണ് എഴുതാറുള്ളത്. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് താല്പര്യം? ഇപ്പം പോയമാണോ അല്ലെങ്കിൽ സ്റ്റോറീസ്, ഇൻസ്പിറേഷൻ സ്റ്റോറീസ്, എന്താണ് ആഗ്രഹമുള്ളത് കൂടുതൽ? പോയം. ഓക്കെ, ഏതേ പോയം എഴുതിക്കണോ? എഴുതാറുണ്ട്. ഞാൻ മലയാളത്തിലൊക്കെ ഒരുപാട്. മലയാളത്തിലാണോ ഇംഗ്ലീഷാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മലയാളമാണോ ഇംഗ്ലീഷാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇനി ഇംഗ്ലീഷിലേക്ക് മാറണമെന്നാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ മലയാളത്തിലാവുമ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കൂലേ. ഞാൻ അതാണ് പറഞ്ഞത്, ആഗ്രഹങ്ങൾ ഏറിപ്പോയി. അതായത് അത് പൊതുരംഗത്തേക്ക് പരമാവധി ജനങ്ങളിലേക്ക്. എന്നാണ് ആദ്യത്തെ കവിത എഴുതാൻ തുടങ്ങുന്നത്? 7 മാസം. ആദ്യത്തെ കവിത 7 മാസം എടുക്കില്ലല്ലോ. ആദ്യത്തെ കവിത എന്ന് എഴുതുന്ന ചോദിച്ചത്. ഇംഗ്ലീഷിലുള്ള ആദ്യത്തെ എന്ന് എഴുതും? ഞാൻ സ്ഥിരം എഴുതാറുണ്ട്. ദിവസം ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ കവിത എഴുതാറുണ്ട്. നാളെ എഴുതും. ഓക്കെ, അപ്പൊ എത്ര കവിതകൾ ഉണ്ട് കയ്യില്? എത്ര കവിത ഉണ്ട്? ഇംഗ്ലീഷിൽ എത്ര കവിത ഉണ്ട് ഇപ്പം മൊയ്തീന്റെ അടുത്ത്? ഞാനിപ്പോ നിലവിൽ ഞാൻ മലയാളത്തിലാണ് കവിത എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷിലേക്ക് എഴുതണം എന്നുള്ള താല്പര്യമുണ്ട്. ഇംഗ്ലീഷിലുള്ള കവിത ഞാൻ ചോദിക്കുന്നത്, ഇംഗ്ലീഷിലെ കവിത ആദ്യത്തെ കവിത ഇന്ന് എഴുതാൻ പറ്റുന്ന ചോദിച്ചത്? അതിന് കുറഞ്ഞ ദിവസം പിടിക്കണം. കാരണം എനിക്ക് ഇംഗ്ലീഷ് ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, എന്നായിരിക്കും എഴുതാൻ പറ്റാം? എന്ന് എഴുതാൻ പറ്റും? മറ്റന്നാൾ മുതൽ തിങ്കളാഴ്ച, മൺഡേ സ്റ്റാർട്ടിങ്. മൺഡേ സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് അതിന്റെ എന്നാണ് എനിക്ക് അയച്ചു തരാൻ പറ്റാതെ?
എനിക്ക് എന്നാ അയച്ചു തരാൻ പറ്റും? പക്ഷേ പറയൂ. അയക്കാം. ഹലോ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കട്ടെ, പറഞ്ഞോളൂ. മൺഡേ ഓക്കെ, ഗ്രേറ്റ്. മൺഡേ അയക്കാം. മൺഡേ എന്റെ വാട്സാപ്പിൽ അയക്കണോ നിങ്ങൾ? ഇസ് ദാറ്റ് ഓക്കെ? അയക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ, അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമുണ്ട്. ആ ടീം നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ കവിതയ്ക്കുള്ള ഫീഡ്ബാക്ക് തരും. ഇസ് ദാറ്റ് ഫൈൻ? ഓക്കെ. നിങ്ങൾക്ക് ട്രെയിനർ ആവണമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ട്രെയിനർ ആവാൻ താല്പര്യം? എന്ത് ട്രെയിനർ ആണ് ആഗ്രഹം? ഹലോ, എന്ത് ട്രെയിനർ ആവാനാണ് ആഗ്രഹം? എന്ത് ട്രെയിനർ ആവാനാണ് ആഗ്രഹം? ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന. ഓക്കെ, നിങ്ങൾ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടോ? ആരെയും ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ട്രെയിനിങ് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല, നിലവിൽ നടത്തില്ല. ഞാൻ എനിക്കത്ര പ്രായമായിട്ടില്ല, 18 വയസ്സായിട്ടുള്ളൂ. അത് 18 വയസ്സിൽ 16ാമത്തെ വയസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ വ്യക്തിയാണ്. 16ാമത്തെ വയസ്സിൽ ട്രെയിനറായി, 16ാമത്തെ വയസ്സിൽ നാഷണൽ ലെവലിൽ ട്രെയിനറായി. അപ്പൊ പ്രായം ഒരു പ്രശ്നമില്ല. ഇവിടെ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ട്രെയിനേഴ്സും ഉണ്ട്, കോച്ചസും ഉണ്ട്, ഓതേഴ്സും ഉണ്ട്. പ്രായം പ്രശ്നമില്ല. 18 വയസ്സിലൊക്കെ നിങ്ങൾ ലോകം കടന്നിരിക്കണം. മനസ്സിലായോ മൊയ്തീൻ? 18 വയസ്സിൽ നിങ്ങൾ എക്സ്ക്യൂസ് തരാൻ പാടില്ല. 18 വയസ്സിൽ നിങ്ങളുടെ വേൾഡിൽ ടോപ്പിൽ എത്തിയിരിക്കണം. മനസ്സിലായല്ലേ? അപ്പൊ ട്രെയിനർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ തിങ്കളാഴ്ച നിങ്ങളെ കവിത എനിക്ക് അയച്ചു തരും. Is that fine? തീർച്ചയായും. Of course. Okay. Thank you very much. Thanks a lot. Happy with that? Yeah. Thank you. Thank you very much. Let's go to the next caller, please. എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ എന്റെ സ്റ്റുഡിയോയിലല്ല ഉള്ളത്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത്. ഒരു ചെറിയ സർജറിക്ക് വേണ്ടി വന്നതാണ്. നാളെ സർജറി. അപ്പം ഇവിടെ വൈഫൈ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഉള്ള ലിമിറ്റേഷൻ വെച്ചിട്ട് കൂടുതൽ ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഡോക്ടേഴ്സും പേഷ്യൻസ് ഒക്കെ ഉണ്ട് മറ്റു റൂമിൽ. സോ ഐ എം കീപ്പിംഗ് മൈ ലിമിറ്റേഷൻ ആൻഡ് സ്പീക്കിംഗ് വിത്ത് ദാറ്റ്. സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് കോളർ, പ്ലീസ്. നമസ്കാരം സർ. നമസ്കാരം സർ, എന്റെ പേര് സുദർശൻ എന്നാണ്. സർ, എനിക്ക് ഫസ്റ്റത്തെ പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ ആണ് സർ. അതായത് നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ അഹങ്കാരം, ഇത് തമ്മിൽ എങ്ങനെയാണ് സാർ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ പല സിറ്റുവേഷൻസിലും നമ്മൾ പല സ്റ്റേറ്റ്മെന്റ്സും പറയും, ചില പ്രവൃത്തികൾ ചെയ്യും. ഇതെന്റെ ആത്മവിശ്വാസമാണോ അഹങ്കാരമാണോ നമുക്ക് പലപ്പോഴും ഇത് കറക്റ്റായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ആ സാഹചര്യത്തിന് ശേഷം നമ്മൾ റിയലൈസ് ചെയ്യും, ഐ വാസ് ലിറ്റിൽ ബിറ്റ് അറഗന്റ് എന്ന് നമുക്ക് തോന്നി. അപ്പൊ അതൊരു കൃത്യമായിട്ട് നമുക്കൊരു എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? വെരി ഗുഡ്. മൂന്ന് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് കോൺഫിഡൻസ്, ഒന്ന് കോൺഫിഡൻസ്, ഒന്നുള്ളത് കറേജ്, പിന്നെ നിങ്ങൾ പറഞ്ഞ അറോഗൻസ് ഒക്കെ പറഞ്ഞത്. Am I right? 3 things. Now, number 1 is courage, which I added right now. The second one is confidence, and the third word നിങ്ങൾക്ക് യൂസ് ചെയ്തത് arrogance ആണ്. നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മറ്റാളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ അത് കോൺഫിഡൻസ് ആണ്. You got me? സുദർശൻ, നിങ്ങളെ പ്രവർത്തനം ഇപ്പൊ നിങ്ങള് സ്റ്റേജിൽ കയറി സംസാരിക്കാന്ന് വിചാരിച്ചു, യു ആർ സ്പീക്കർ എന്ന് വിചാരിച്ചു, ഒരു പബ്ലിക് സ്പീക്കർ എന്ന് വിചാരിച്ചു. നിങ്ങൾ സ്റ്റേജിൽ കയറി വളരെ നന്നായി പെർഫോം ചെയ്ത് എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്തു, അവരിങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ അതേ സമയത്ത് ഇന്നെക്കാളും വലുത് ആരും ഇല്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, യോ വിത്ത് മീ, ഇന്നെക്കാളും വലുത് വേറെ ആരും ഇല്ല എന്നുള്ള തോന്നൽ കാരണം കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവരും ചെറുതാണ് എന്നുള്ള ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് കോൾഡ് അറഗൻസ്, നമ്പർ 1. ആൻഡ് നമ്പർ 2, നിങ്ങളുടെ വാക്കുകൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ മറ്റുള്ളവരെ പുച്ഛിക്കുണ്ടെങ്കിൽ ദാറ്റ് കംസ് അറഗൻസ്. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആവാം, നിങ്ങൾക്ക് ടോപ്പ് ലെവലിലാവാം, നമ്പർ 1 സ്പീക്കർ ആവാം. ഞാനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് സ്പീക്കർ എന്ന് ഞാൻ കാണുന്നുണ്ട്. ഏത് സ്റ്റേജിൽ കയറുമ്പോഴും ഐ ആം ദ ബെസ്റ്റ് എന്നുള്ള തോന്നലൂടെ കയറില്ല. പക്ഷെ അതേ സമയത്ത് the higher you go, the humble you become. That's leadership. മനസ്സിലായ സുദർശന്? എത്രത്തോളം മേലെ പോകുന്നു അത്രത്തോളം ഹമ്പിൾ ആവണം. അതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. അതല്ല നമ്മൾ മേലെ പോകുന്നതോടെ നമ്മൾ അഹംഭാവം കൂടി കഴിഞ്ഞ് മറ്റുള്ളവരെ പുച്ഛായിട്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ യു വോണ്ട് സ്റ്റിക്ക് ഇൻ ദാറ്റ് ലെവലിൽ നിൽക്കില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് ആ ലെവലിൽ ആരും പേര് നിങ്ങളെ വിളിക്കാതാവും, സ്റ്റേജിലേക്ക് വിളിക്കാതാവും. ബിക്കോസ് ഓട്ടോമാറ്റിക് കാരണം നിങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണും. യുവർ ആറ്റിറ്റ്യൂഡ് സ്പീക്സ് ഈവൻ ബിഫോർ യു സ്പീക്ക് എന്ന് പറഞ്ഞിട്ടില്ല.
നിങ്ങൾ ആറ്റിറ്റ്യൂഡ് സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റും. ദ വേ ദാറ്റ് സംബഡി സ്പീക്കിംഗ്, ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഇന്റർവ്യൂ പാനലിൽ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ എടുക്കാതെ വന്നിട്ടുണ്ട്. എടുക്കാതെ വരാനുള്ള കാരണം വെച്ചാൽ ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട്, ചിലപ്പോൾ എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യണം. ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, അതായത് ഡോക്ടറേറ്റ് കിട്ടിയവരൊക്കെ ഉണ്ടാവും, ഒരു ഹൈ പൊസിഷൻ എസ്പെഷ്യലി ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ സെലക്ട് ചെയ്യുമ്പോൾ. പക്ഷേ എടുക്കാത്ത കാരണം വെച്ചാൽ അവരുടെ അവരുടെ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ കൊണ്ടല്ല നമ്മൾ എടുക്കാത്തത് അവരെ അറോഗൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. സോ first and foremost, you can be confident, okay, but you should not be overconfident. അത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കോൺഫിഡന്റ് ആവാം, പക്ഷേ നിങ്ങൾ ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല. ഓവർ കോൺഫിഡന്റ് മലയാളം വാക്ക് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഈ അറഗൻസ് എന്നുള്ള നിങ്ങൾക്ക് you can be on the top, you can be on the top, but at the same time you have to be careful. You should be humble. Humility എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറയുമ്പോൾ ഹ്യൂമിലിറ്റി ആയിരിക്കും. ഇഫ് യു ആർ മോർ ആൻഡ് മോർ ഹംബിൾ, യു ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡർ. നിങ്ങളെ ജനങ്ങൾ റെസ്പെക്ട് ചെയ്യും. There are 5 levels of leadership. ഞാൻ എല്ലാവരും എഴുതി വെക്കാം. 5 levels of leadership. എല്ലാവരും 5 എന്ന് ടൈപ്പ് ചെയ്യാം. ചെറുതായിട്ട് വോയിസ് ലൈക്ക്. Okay, there is something called 5 level of leadership. Okay, please repeat sir. Okay, 5 level of leadership എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. Okay, 5 level of leadership. ജോൺ സി മാക്സ്വെലിന്റെ ബുക്കാണ് അത്. അപ്പൊ എല്ലാവരും 5L എന്ന് ടൈപ്പ് ചെയ്യാം. കേട്ടവരെല്ലാവരും 5L എന്ന് ടൈപ്പ് ചെയ്യാം ചാറ്റില്. ഓക്കെ, എനിക്കറിയാൻ പറ്റും നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെന്നുള്ളത്. ഇറ്റ്സ് കോൾഡ് ദ 5 levels of leadership എന്നാണ് അതിന്റെ പേര്. കേൾക്കുന്നുണ്ടോ? Okay, good. I can see a lot of 5Ls come. അപ്പൊ ഈ 5 levels of leadershipല് സുദർശൻ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഫസ്റ്റിലെ ലെവല് നമ്മള് ഒരു പൊസിഷൻ ലെവൽ എന്നാ പറയാം. അപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പോലീസുകാരന് ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യണ്ടാവില്ല. ഒരു പോലീസുകാരൻ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് അയാൾ വരുമ്പോൾ നമ്മൾ നിൽക്കാനുള്ള കാരണം അയാളുടെ യൂണിഫോം, അയാളുടെ സ്റ്റാറിന്റെ കാരണം മാത്രമാണ് നമ്മൾ നിൽക്കണം. ശരിയല്ലേ? ഓക്കെ, ആ ഒരു പൊസിഷൻ ലീഡർ നിങ്ങൾ ഒരിക്കലും ആവരുത്. നിങ്ങളൊരു സ്പീക്കർ ആണെങ്കിൽ, നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു പൊസിഷൻ ലീഡർ ആവരുത്. പൊസിഷൻ ലീഡർ എന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്ഥാനത്തെയാണ് ജനങ്ങൾ ബഹുമാനിക്കുന്നത്. നിങ്ങൾ അല്ലെ സുദർശൻ എന്ന ലീഡറിനെ ആരും ബഹുമാനിക്കില്ല. മനസ്സിലായോ? അപ്പൊ arrogant ആയി കഴിഞ്ഞാൽ automatically people are not going to respect you, people are not going to follow you, and if people are not following you, automatically you are not a leader anymore. ഈ ലീഡർഷിപ്പിന്റെ എല്ലാ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്ന വെച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ arrogant ആണെങ്കിൽ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അപ്പൊ this is the question that you need to ask. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവരെ എന്തെങ്കിലും ഫീലിംഗ് അവർക്ക് നെഗറ്റീവ് ഫീലിംഗ് അവരുടെ മനസ്സിൽ വരികയോ അല്ല അവർക്കൊരു ഫീലിംഗ് ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ that is arrogance, otherwise it's confidence. Did I answer? Sir, clear answer. Yes sir, answer. Yeah, okay. ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? Okay, ഞാൻ മറ്റൊരു ആരുടെ വന്നതിന് ശേഷം വന്നോ പോലെ എല്ലാവർക്കും ചാൻസ് കൊടുക്കാം. തീർച്ചയായും ആരും ചോദിച്ചില്ല, തീർച്ചയായും ചോദിച്ചോട്ടോ, ഒരു കുഴപ്പമില്ല. All right, thank you very much. Thanks a lot. Let me go to the next caller, please. Anyone? Hi, sir. Hello. എന്താണ് പേര്? നിഷാദ് അല്ലേ? നിഷാദ് എവിടുന്നാണ്? Okay, നിഷാദ് എവിടുന്നാണ്? ഞാൻ വയനാട് ജില്ല. വയനാട്. Okay, പറഞ്ഞു. വയനാട്. Okay, പറഞ്ഞു. എന്താ നിഷാദ്? സർ ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. It's fine. Go ahead. ആക്ച്വലി എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്. അതൊരു സ്റ്റാർട്ടപ്പ് ആണ്. അത് ഒരു ബിസിനസ് എന്നല്ല, എനിക്കൊരു 4 തരം ബിസിനസ്സുകൾ ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പം അതില് മെയിൻ ആയിട്ട് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണ്. അപ്പൊ എനിക്ക് എന്നാൽ ബാക്കിയുള്ള 3 എണ്ണവും എനിക്ക് അതേപോലെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പം ഈ പറയുന്ന 4 ഫീൽഡിലേക്കും എന്റെ തല തന്നെയാണ് പോകുന്നത്. അപ്പൊ അതൊരു മൾട്ടി ടാസ്കിങ് വരുന്നുണ്ടെങ്കിലും ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ബിസിനസ് ബാധിച്ച സ്ഥലത്തേക്ക് എന്റെ കൈ അല്ലെങ്കിൽ എന്റെ തല എത്താതെ പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും സാർ എന്താ പ്രൊവൈഡ് ചെയ്യുക? തീർച്ചയായിട്ടും ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ആൻഡ് ഓർ. എല്ലാവരും ടൈപ്പ് ചെയ്യാം. ആൻഡ് ഓർ എല്ലാവരും ടൈപ്പ് ചെയ്യാം. ആൻഡ് ഓർ. ഓക്കെ, ചിലർ പറയും ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. പക്ഷെ ഒരു മനുഷ്യർക്ക് ഇതുമാകാം. അവിടെയാണ് ജീവിതം വിജയിക്കുന്നത്. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നല്ല ഒരു ബോഡി, നിങ്ങൾ നല്ലൊരു അത്ലീറ്റ് ആണ് വിചാരിക്കുക. നിങ്ങൾക്ക് നല്ല അത്ലീറ്റ് ആകേണ്ടത്, പക്ഷെ അതേസമയം നിങ്ങളുടെ ഫാമിലി ലൈഫ് മോശമാണെങ്കിൽ ഇറ്റ് ഇസ് ഐദർ ദിസ് ഓർ ദാറ്റ്.
അതല്ല, ഒരു മനുഷ്യൻ ഫുൾ ആവുമ്പോൾ, ഒരു ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, ആ സർക്കിൾ ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ എല്ലാ ഏരിയസിലും ഫുൾ ആവണം. റൈറ്റ് നിഷാദ് അല്ലെ? എല്ലാ ഏരിയ നിഷാദ് അൺമ്യൂട്ട് ചെയ്തു, ഞാൻ നിഷാദിനോട് സംസാരിക്കുന്നു. അപ്പൊ എല്ലാ ഏരിയയിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹെൽത്ത്, അതേ സമയത്ത് ഫിനാൻസ്, അതേ സമയത്ത് ബിസിനസ്, അതേപോലെ കരിയർ, അതേപോലെ റിലേഷൻഷിപ്പ്, എല്ലാത്തിലും ഒരാൾ നന്നായി ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ജീവിതം ജീവിക്കുന്നത് അല്ലേ? അല്ല ഒരാൾ ബിസിനസ്സിൽ ടോപ്പ് എന്ന് വിചാരിക്കുക, ഏറ്റവും നല്ല ചിലപ്പോൾ മൾട്ടി ബില്യണർ ആയിരിക്കാം, ചിലപ്പോൾ ബില്യണർ ആയിരിക്കാം. അതേ സമയത്ത് ഫാമിലി ലൈഫ് മോശം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് അയാൾക്ക് കുടവയറും പ്രമേഹവും എല്ലാം ഉണ്ടെങ്കിൽ ആള് ജീവിതം ജീവിച്ചിട്ടില്ല. നിങ്ങൾ അംഗീകരിക്കണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു 4 വീൽ എടുക്കാണ്, ഒരു വാഹനത്തിന് 4 വീൽ എടുക്കാണ്. ഒരു വീലാണ് നിങ്ങള് ബിസിനസ് വിചാരിക്കുക. ആ ബിസിനസിന്റെ വീല് വലുതായി 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 വരുമ്പോൾ നിങ്ങൾക്ക് ആ വാഹനം ശരിക്കും ഓടിച്ചു പോകാൻ പറ്റുമോ? യെസ് എന്നോ? നോ. അപ്പൊ ഒരു വീല് വലുതായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ആ വീലിന്റെ കാറ്റ് കുറച്ചിട്ട് മറ്റേ വീലിനോട് സമാന്തരമായിട്ട് നിന്നിട്ട് ഓടിച്ചാലല്ലേ ആ വാഹനം ഓടുള്ളൂ. എത്ര പേര് അത് അംഗീകരിക്കേണ്ടത്? ക്രിസ്റ്റൽ ക്ലിയർ CC ടൈപ്പ് ചെയ്യാം. ആരൊക്കെ അംഗീകരിക്കുക? അപ്പൊ ആ വീല് കുറച്ചുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എങ്ങനെ ഇത് കുറച്ചുണ്ട്? അത് കുറച്ചുകൊണ്ട് വെച്ചാല് ഡെലിഗേറ്റ് ചെയ്യാം ആർക്കെങ്കിലും. നിങ്ങളെ ബിസിനസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ബാക്കിയുള്ള ടൈം നിങ്ങൾ ഹെൽത്തിന് വേണ്ടിയിട്ട്, നിങ്ങളെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളെ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറെ എക്സ്ട്രാ ടൈം കിട്ടുകയും ചെയ്യും. നിങ്ങളെ ബിസിനസ്സും വളരും, പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ശരിയല്ലേ? ഓക്കെ. അതേപോലെ ഇനി നമുക്ക് ഈ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത്, നിങ്ങൾ 4 ബിസിനസ് എന്ന് പറയും. ആ 4 ബിസിനസ് 4 ചക്രങ്ങളാക്കിയിട്ട് എടുക്കാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫാമിലിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്, 4 ബിസിനസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ബിസിനസ് നിങ്ങൾ നോക്കുക, അത് 4 ബിസിനസ് 4 ടയറിന് ശരിക്കും ഓടുന്നുണ്ടോ? പറയൂ നിഷാദ്, പറയാം. അത് ശരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെക്കാളും കഴിവുള്ള വ്യക്തിനെ, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയണേ, ഇവിടെയുള്ള ഏതൊരു ഓൺടർപ്രീനേഴ്സും ശരിക്കും ശ്രദ്ധിക്കാൻ, നിങ്ങളെക്കാളും കഴിവുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ വ്യക്തിനല്ല, നിങ്ങളെക്കാളും നിങ്ങളെ വീക്ക്നെസ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് നിങ്ങളെ സ്ട്രെങ്ത് എന്ന് വിചാരിക്കാം. എനിക്ക് ലിമിറ്റഡ് സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളെ സ്ട്രെങ്ത് ആണെന്ന് വിചാരിക്കുക കേട്ടോ, ഇത് നിങ്ങളെ വീക്ക്നെസ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ബിസിനസ്സിന് ആവശ്യമുണ്ട്, ഈ ഒരു നിങ്ങളെ വീക്ക്നെസ് ബിസിനസ്സിന് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളെ സ്ട്രെങ്ത്തിൽ പെട്ടൊരു വ്യക്തിനല്ല കൊണ്ടുവരുന്നത്, നിങ്ങളെ വീക്ക്നെസ് ഉണ്ടോ അതിൽ ഒരാളെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാം. നിഷാദ് മനസ്സിലായത്? ഒരു ഏരിയ നിങ്ങളെ വീക്ക്നെസ് ആണ്. അപ്പൊ നിങ്ങളാണ് ഡിസ്കവർ ചെയ്യേണ്ടത്. നിങ്ങൾ ഡിസ്കവർ ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം. എനിക്ക് എന്റെ സ്ട്രെങ്തിനെ കുറിച്ച് അറിയാം, നിഷാദിന് സ്ട്രെങ്തിനെ കുറിച്ച് അറിയണം, വീക്ക്നെസ് എന്താണെന്ന് അറിയണം. ഇവിടെയുള്ള എല്ലാവർക്കും അത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതേ സമയത്ത് തന്നെ നിങ്ങൾ ബിസിനസ് വീക്ക്നെസ് സ്ട്രെങ്ത് അറിയണം. സ്വാട്ട് അനാലിസിസ് എന്നൊക്കെ പറയും അതിന്. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ സെൽഫ് സ്ട്രെങ്ത് മനസ്സിലാക്കുക, നിങ്ങളെ ബിസിനസിന് സ്ട്രെങ്ത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്റെ വീക്ക്നെസ് എവിടെയാണ്. ആ വീക്ക്നെസ്സിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിനെ കൊണ്ടുവന്നിട്ട് അത് ആ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിക്കും അത് ഡീസെൻട്രലൈസ് ചെയ്തിട്ട് അത് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് ബിസിനസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിഷാദ് ഇപ്പം വർക്ക് ചെയ്യേണ്ടത്, ഓക്കെ ഞാൻ ഒന്നുകൂടെ പറയാം. നിഷാദ് ഇപ്പം വർക്ക് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ബിസിനസ് മോഡലാണ്. കേൾക്കണ്ടോ? കുറച്ച് പോർഷൻ ബ്രേക്ക് ക്ലിയർ ആയില്ല. ഓക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം ഓക്കെ ഞാൻ പറഞ്ഞു വന്നു വെച്ചാല് നിഷാദ് ഇപ്പം ഒരു വ്യക്തിനെ കൊണ്ടുവരാം, നിങ്ങളെക്കാളും കഴിവുള്ള ഒരു വ്യക്തിനെ കൊണ്ടുവരാം, ഓൺ ബോർഡിലേക്ക് കൊണ്ടുവരാം. അത് കേട്ടോ? ഓക്കെ. ബ്രിങ് someone into your business. നിങ്ങളെക്കാളും കഴിവുള്ള ഒരു വ്യക്തിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. കേട്ടോ? Can you hear that? Hello? Can you hear? ക്ലിയർ ആണ്. ക്ലിയർ. അപ്പൊ നിങ്ങളെക്കാളും കഴിവുള്ള ഒരു വ്യക്തിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്പർ 1. നമ്പർ 2, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഓഡിയോന്റെ മൈക്ക് ഇല്ലാതെ സംസാരിച്ചു നോക്കട്ടെ. ഇപ്പം കേൾക്കണ്ടോ? ഇപ്പം കേൾക്കണ്ടോ? ക്ലിയർ ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ എനിക്ക് ഭയങ്കര എക്കോ വരുന്നുണ്ട്. ഓക്കെ. ഓഡിയോൾ അല്ല സാർ, പറയുന്നുണ്ടോ? സാറ് കേൾക്കുന്നു സാറേ?
വീഡിയോ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പൊ വീഡിയോ ഇല്ല, ഓഡിയോ ഇല്ല, കണ്ടില്ല. സർ വെയിറ്റ് ചെയ്തോളൂ. അവിടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഞാൻ മൈക്ക് മാറ്റിന്ന് മാത്രം. അപ്പൊ ശരിക്കും നിഷാദ് എന്താ ചെയ്യുന്നത് വെച്ചാല്, നിഷാദിന്റെ ഓർഗനൈസേഷനിലേക്ക് ഒരു വ്യക്തിനെ കൊണ്ടുവരിക. ആ വ്യക്തി നിങ്ങളുടെ വീക്ക്നെസ്സിൽ അയാളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ് അയാളുടെ സ്ട്രെങ്ത് ആയിരിക്കണം. അങ്ങനത്തെ വ്യക്തിനെ കൂടുതൽ ഇത് കൊടുത്ത് സാലറി പാക്കേജ് കൊടുത്തിട്ട് അയാളെ ഹയർ ചെയ്യണം. മനസ്സിലായോ? നിഷാദ് ഇല്ലേ അവിടെ? സാറിന്റെ ഓഡിയോ വീണ്ടും ഒന്ന് ക്ലിയർ ആയി സാർ. സാർ പറഞ്ഞ പോയിന്റ് എനിക്ക് കിട്ടി. സാറിന്റെ ഓഡിയോ ഒന്ന് ബ്രേക്ക് ആയെങ്കിലും പോയിന്റ് കിട്ടി സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഡീസെൻട്രലൈസ്ഡ് ബിസിനസ് എന്ന് പറയാം. എല്ലാവരും ടൈപ്പ് ചെയ്യാം, DCB എന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാവരും പോയിട്ട് ടൈപ്പ് ചെയ്യാം DCB മീൻസ് ഡീസെൻട്രലൈസ്ഡ് ബിസിനസ്. ഇപ്പൊ നിഷാദ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ബിസിനസ് ആണ്. സെൻട്രലൈസ്ഡ് ബിസിനസ് നിങ്ങളാണ് എല്ലാ കയറും പുള്ളേന് ഒരു വ്യക്തിനെ കാണാം. അതായത് ഇത് നിഷാദാണ്. നിഷാദിന്റെ ഒരു കയറ് ഇവിടുണ്ട്, മറ്റു ബിസിനസിന്റെ കയറുണ്ട്, മൂന്നാമത്തെ ബിസിനസ് കയറ്, നാലാമത്തെ ബിസിനസ്. ഒരു തേര് ഓടിക്കണ പോലെ. മനസ്സിലായില്ലേ നിഷാദ്? മനസ്സിലായില്ലേ? ഓക്കെ, സോ ഡോണ്ട് ഡു ദാറ്റ്. Don't do that. What you have to do is you have to arrange your business in such a way that ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ബിസിനസ് റൺ ചെയ്യാൻ. It has to be decentralized. അപ്പോഴേ ഒരാൾക്ക് ആ ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരില്ല. സോ ദ ബെസ്റ്റ് തിങ് ഇസ്, ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിംഗ് കമ്പനി എന്ന് പറഞ്ഞു. സോ ബെറ്റർ ടു ബ്രിങ് someone on board better than you and run the business. Is that okay? Did I answer your question? Yeah. Thank you, sir. Thank you, sir. Thank you very much. Thank you very much. Thanks a lot. Let me go to the next caller, please. Next caller. എനിക്ക് കൂടുതൽ സൗണ്ടിൽ സംസാരിക്കാൻ പറ്റുന്നില്ല because വേറെ കുറെ ആൾക്കാരുണ്ട് പുറത്തൊക്കെ. So I'm limiting my voice. Hi, sir. Yes, please go ahead. എന്റെ പേര് അബ്ദുൽ കരീം എന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. കരീം എന്താ പറഞ്ഞോളൂ. എവിടെയാണ് കരീം? എവിടെയാണ് സംസാരിക്കുന്നത്? കാലിക്കറ്റാണ്. കാലിക്കറ്റ്. ഓക്കെ, പറഞ്ഞോളൂ. എന്താണ് ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഞാൻ മാർബിൾ, ടൈൽസ്, ഗ്രാനൈറ്റിന്റെ ബിസിനസ് നടത്തും. ഓക്കെ, റീറ്റെയിൽ കൗണ്ടറുകളാണ്. 2008 സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു മുടക്കു മുതലിലാണ്. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ടൈൽസിന്റെ പണിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ താഴെ തട്ടും തന്നെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 2008 മുതൽ ഈ കൊറോണ വരുന്ന 2019 വരെ നമ്മളെ ബിസിനസ് ഹൈ ലെവലിൽ മുമ്പോട്ട് പോയതാണ്. എനിക്ക് 7 ബ്രാഞ്ച് ഉണ്ട്, 80ഓളം സ്റ്റാഫുകളുണ്ട്. ഈ ഒരു കൊറോണ വന്നതിന് ശേഷം നമ്മളെ ഫ്ലോ നഷ്ടപ്പെട്ടു പോയി. ഈ ഇപ്പോ കമ്പനികളൊക്കെ നമുക്ക് ക്രെഡിറ്റ് പീരീഡ് അലോഡ് ചെയ്തതൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മളെ തൊട്ടടുത്തുള്ള കടക്കാരൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്. എന്നെ പോലെ തന്നെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വാക്കിംഗ് കസ്റ്റമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ സമയത്ത് വരുന്ന കസ്റ്റമർ വരുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ട മെറ്റീരിയലുകൾ എനിക്ക് മാക്സിമം സപ്ലൈ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നതാണ്. ഞാൻ ഈ ഒരു സമയത്ത് ഒരു പാർട്ണറെ, നമ്മളെ ബിസിനസ്സിൽ പാർട്ണർ ഇല്ല, പക്ഷെ ഒരു പാർട്ണറെ ഇപ്പോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് എന്റെ ബിസിനസ്സിലേക്ക് ചെയ്താൽ നാളത്തേക്ക് ബുദ്ധിമുട്ടാവോ, അല്ലെങ്കിൽ അത് സത്യത്തിൽ ഇതൊരു വൺ മാൻ ഷോ എന്നുള്ള ഒരു ഇതിലാണ്. എല്ലാ കാര്യങ്ങളും ബ്രാഞ്ചിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെങ്കിലും അതിൻ്റെ ഒക്കെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഹൈ കമ്പനി പോകുന്നത്. ഒരു 15% നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്ന ഒരു ഇതാണ്. ഒരു 3 കോടി 4 കോടി ഉറുപ്പ്യന്റെ ബിസിനസ് പെർ മന്ത്ലി നമുക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പം ടോട്ടലി നമ്മളെ ഇത് വന്നിട്ട് സ്റ്റോക്കും അതുപോലെ ഓരോ കമ്പനി 7 ബ്രാഞ്ചിന്റെ 7 ബ്രാഞ്ചിനും അഡ്വാൻസ് കൊടുത്തതും അങ്ങനത്തെ അതിന് വേണ്ട ചെലവ് ചെയ്തും ഒക്കെ പാട് ഒരു 10 കോടി ഉറുപ്പയുടെ
സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പൊ ഞാനൊരു പാർട്ണറെ, നല്ല ഇതിലുള്ള പാർട്ണറെ ചേർത്തി കഴിഞ്ഞാൽ അതിനെ ഈ ഒരു കൊറോണന്റെ പീരീഡ് കഴിഞ്ഞാൽ ഏത് ലെവലിലാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഇതുണ്ട്. എന്നാൽ ഇപ്പം സാധ്യതകളുണ്ട്. സത്യത്തിൽ നമ്മളെ തൊട്ടടുത്തുള്ള കടക്കാരൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാകുമ്പോൾ ഇപ്പോ ഈ കൊറോണന്റെ സമയത്ത് നമുക്കൊരു സാധ്യതയാണ്. ഞാൻ സത്യത്തിൽ കൊറോണനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് ഒരു പാർട്ണറെ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അതിനെ 2-3 മീറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ ആ പാർട്ണറെ ഞാൻ ഏത് രീതിയിൽ ഇതിന്റെ ഗുഡ്വില്ല് പറയാതെ അവരെ ഒരു പീരീഡിലേക്കായിട്ട് ഒരു 2 കൊല്ലം 3 കൊല്ലത്തേക്ക് അവർക്ക് നമുക്ക് വരുന്ന അവരെത്രയാണോ എമൗണ്ട് മുടക്കുന്നത് അതിനുള്ള ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിൽ കരുതുന്നത്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് ചോദിക്കാൻ സാറ്. നമ്പർ 1, നിങ്ങൾ ഈ പാർട്ണറിന്റെ കൊണ്ടുവരുന്നത് ജസ്റ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? അതെ, ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമാണ്. നമ്മളെ ടീം വർക്ക് ഹൈ ലെവലിൽ മുമ്പോട്ട് പോകുന്നതാണ്. ഓക്കെ, HR സെക്ഷനൊക്കെ പക്ക ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട് അതിന്. നിങ്ങളെ ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങളുടെ ഇത് ഷെയറിംഗ് ഒന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്, കോൺട്രാക്ട് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ അഗ്രിമെന്റ് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്? അതെ, ഈ ഒരു കൊറോണയുടെ സാധ്യതകളെ പെട്ടെന്ന് നമുക്ക് കൂടുതൽ മുടക്കിയാൽ അത്ര തന്നെ നമുക്ക് നമ്മുടെ അടുത്ത് വാക്കിംഗ് കസ്റ്റമർ അത്രത്തോളം ഉണ്ട്. നമ്മളെ ഷോപ്പുകളൊക്കെ നല്ല ഹൈ ഇതിൻ്റെതായിട്ടുള്ള ഹബ്ബുകളിലാണ് ഉള്ളത്. നല്ല ബിസിനസ് നടക്കുന്ന ഏരിയ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഒക്കെ ക്രെഡിറ്റ് പീരീഡ് ഒക്കെ ക്യാൻസൽ ആയ കാരണം നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ട്. ഓക്കെ, അല്ല എന്റെ ചോദ്യം ഇതാണ്. അതായത് കരീം എന്റെ ചോദ്യം വെച്ചാൽ നിങ്ങൾ ക്രെഡിറ്റ് പീരീഡ് ക്യാൻസൽ ചെയ്ത കാരണമാണ് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടുള്ള, ശരിയാണോ? അതെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരുന്ന ആൾക്കാർ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടാണോ വരുന്നത്? സ്ലീപ്പിംഗ് പാർട്ണർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് വരെ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. 5 വർഷം അവര് നമ്മളെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തെ പീരിയഡ് നിങ്ങൾക്ക് ഇപ്പൊ എസെൻഷ്യൽ, ഇതിനെ നമ്മൾ പറയുന്നത് വാട്ട് ഈസ് എസെൻഷ്യൽ അർജന്റ്. ഇപ്പൊ നിങ്ങൾക്ക് എസെൻഷ്യൽ അർജൻസി എന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ വരണമെന്നുള്ളതല്ലേ, റൈറ്റ്? അപ്പൊ ഇപ്പൊ നിങ്ങൾക്കുള്ള ബിസിനസ്, നിങ്ങൾക്ക് മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് വാട്ട് യു ആർ ഡൂയിങ്, യു ഹാവ് ടു പമ്പ് മണി ഇൻടു ദി ബിസിനസ്, റൈറ്റ്? ആ മണി പമ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ പബ്ലിക്കിലെ 7 ബിസിനസ്സും വ്യത്യസ്ത ഹബ്ബുകൾ എന്ന് പറഞ്ഞു. ആ ഹബ്ബുകളൊക്കെ നിങ്ങൾക്ക് പിന്നീട് അത് ദോഷമായി മാറാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ therefore in order to survive you need to have money, and if there is somebody who is ready to invest, go for it. You with me? പക്ഷെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ അതിലേക്ക് ഞാൻ കടക്കില്ല. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കും, ചെയ്തിരിക്കണം. Kareem, are you there? Kareem, are you there? കേൾക്കണ്ടോ ഞാൻ പറഞ്ഞത്? കേൾക്കണ്ടോ? കേൾക്കണ്ടേ? യെസ് ഒന്ന് ടൈപ്പ് ചെയ്തോ. കാരണം ഇവിടെ വൈഫൈ വളരെ സ്ലോ ആണ് ഹോസ്പിറ്റലില്. നോട്ട് ഓഡിബിൾ. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കണ്ടോ? Am I audible now? Audible ആണ് ഇപ്പോ? ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. Sound breakup. Okay. 1 2 3 4 5. Can you hear me? Since your voice is break, because the Wi-Fi is so slow here. That's the reason. Because I'm not in my studio right now. Okay. Kareem, ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ? Kareem, are you fine with that? Kareem, are you okay? Okay. All right. Thank you very much. Thanks a lot. Let's go to the next caller, please. Let me go to the next caller.
ചോദിച്ചോളൂ, ആരാച്ചും ചോദിച്ചോളൂ. ഞാൻ എന്റെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ടാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. എന്റെ ക്യാമറ ഒന്നും ശരിക്കും വർക്ക് ചെയ്യണില്ല എന്ന്, കാരണം ഐ എം നോട്ട് ഇൻ മൈ സ്റ്റുഡിയോ റൈറ്റ് നൗ. ഓക്കെ, ഗോ ഹെഡ്. ഞാൻ കോഴിക്കോട് അഷ്റഫാണ് സർ. ഓക്കെ, പറഞ്ഞോ. സർ, ഞാന് കോഴിക്കോട് ചാലിയത്ത് ഒരു ജ്വല്ലറി നടത്താണ്, നാട്ടിൽ തന്നെ. അപ്പോ ഒരു എന്റർപ്രണർ ആവാന് ജ്വല്ലറിന്റെ ഇത് ഒഴിവാക്കിയിട്ടില്ല, അത് നിലനിർത്തിക്കൊണ്ടിട്ട് തന്നെ മറ്റൊരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമുണ്ട്. അത് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. ഞാൻ പലതിനെ പറ്റി പഠിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ചു പേർക്ക് ജോലിയും കിട്ടണം, പിന്നെ ബാങ്കിനൊന്നും ഉണ്ടാവില്ല ഈ ജ്വല്ലറികൾക്കൊന്നും. അതേപോലെ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ ഈ സ്വർണം എന്ന് പറയുന്നത് ഒരു തരം എന്തോ ഒരു ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ തന്നെ അത്ര ഒരു പ്രോത്സാഹനം ഉള്ള ഒരു സംഗതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യവസായത്തിന്റെ ആവുമ്പോ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലതിനെ പറ്റി പഠിച്ചില്ല, പക്ഷെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പഠിച്ചിട്ടുള്ളത് ഗോൾഡ് മാറ്റി വെക്കാം. 5 കാര്യങ്ങൾ എന്തൊക്കെ 5 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ അഗ്രികൾച്ചറിന്റെ സംഗതി, അതായത് പിന്നെ ചോക്ലേറ്റ്, കൊക്കോയുടെ ചോക്ലേറ്റ്, അതേപോലെ ഈ എന്താ പറയാ പറങ്കി മാവ്, മറ്റേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്ന് പറയാ ഒരു ട്രേഡ് ചെയ്തിട്ട് ഒരു ജ്യൂസ് ഐറ്റംസ് ഉള്ള അങ്ങനെയുള്ള ഒരു സംഗതിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയർ ഫാക്ടറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. NIT-യുടെ ഒരു വ്യവസായ ഇതുണ്ടായിരുന്നു, മറ്റേ എന്താ പറയാ ക്ലാസ് ഉണ്ടായിരുന്നു 1.5 മാസത്തെ ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡിലെ. അപ്പൊ പിന്നെ അതേപോലെ ചിക്കൻ മീറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള അങ്ങനെ പഠിച്ചില്ല. പക്ഷെ എനിക്ക് തീരുമാനം എടുക്കാനേ പറ്റുന്നില്ല. ഒന്നാമത് തീർച്ചയായും. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസിനസ് ഏതാണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അഗ്രി ഫാം ഉണ്ട്, അഗ്രികൾച്ചർ, ചോക്ലേറ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, റോപ്പ്, NIT-ന്റെ ട്രെയിനിങ്, പിന്നെ ലാസ്റ്റ് നിങ്ങൾ മീറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്? എനിക്ക് കുറച്ചുകൂടെ കോക്കനട്ടിന്റെ ആണ് ഇഷ്ടമായത്, പക്ഷെ പ്രോഫിറ്റ് വളരെ കുറവാന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കോക്കനട്ട് ആണ്, പക്ഷെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത കാരണം യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. വേറെ എന്താണ്? വേറെ ഏതാ ഇൻട്രസ്റ്റ്? കോക്കനട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് ഏതാണ്? മറ്റേ സംഗതികളൊക്കെ പ്രോഫിറ്റബിൾ ആണ്, പക്ഷെ അത് ഞാൻ പ്രോഫിറ്റിനെ കുറിച്ചല്ല ഇവിടെ ചോദിച്ചു. ഞാൻ ചോദിച്ചത് അഷ്റഫിന് ഇഷ്ടമുള്ള സാധനമാണ് ഇഷ്ടം. പ്രോഫിറ്റിന് ആ സംസാരം ഞാൻ വന്നിട്ടില്ല ഇവിടെ. അഷ്റഫിന് ഏതാ ഇഷ്ടം എന്ന് പറയാം? കോക്കനട്ട് കഴിച്ചു കഴിഞ്ഞാല് സെക്കൻഡ് ഒരു ഇത് എന്നുള്ളതൊക്കെ ഞാന് പഠിച്ചിട്ടില്ല. എന്താ പറയാ, ഒരു താല്പര്യം വന്നിട്ടില്ല. കോക്കനട്ട് തന്നെയാണ് ഒന്നാമത്തെ. അപ്പൊ കോക്കനട്ട് 0 to 10 കോക്കനട്ടിലെ ഏത് നമ്പർ കൊടുക്കുക? 0 വെച്ചാൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല, 10 വെച്ചാൽ ശരിക്കും താല്പര്യമില്ല. എത്ര നമ്പർ കൊടുക്കും? നേരത്തെ സാർ ചോദിച്ചത് സോറി വൺസ് അഗൈൻ. ഹലോ, പറഞ്ഞോ എന്തായിരുന്നു? കോക്കനട്ടിൽ താല്പര്യം വരാനുള്ള കാരണമാണോ സാർ ചോദിച്ചത്? അല്ലല്ല, കോക്കനട്ട് നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ 10 എന്നുള്ള പോയിന്റ് കൊടുക്കാം. അതായത് വളരെ നല്ല താല്പര്യം, അത് അല്ല തീരെ താല്പര്യമില്ല 0 എന്നുള്ള നമ്പർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് നമ്പർ ആയിരിക്കും നിങ്ങൾ കൊടുക്കാം? 10-ന്റെയും 0-ന്റെ ഇടയിൽ എന്ത് നമ്പർ നിങ്ങൾ കൊടുക്കും? ഞാനൊരു 7 കൊടുക്കും. ഓക്കെ, നിങ്ങൾ 7 കൊടുക്കും. ഓക്കെ, ഇനി ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അതിന്റെ ബിസിനസ് പൊട്ടൻഷ്യൽ. ഇവിടെയാണ് പ്രോഫിറ്റിനുള്ള ചോദ്യം വരുന്നത്. ഓക്കെ, ഇതിന്റെ ബിസിനസ് പൊട്ടൻഷ്യലും അല്ലെ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ ഈ പറഞ്ഞ 7 ബിസിനസ്, നിങ്ങൾ പറഞ്ഞ 5 ബിസിനസ് ഞാൻ വീണ്ടും വായിക്കാൻ പോകുന്ന അഗ്രികൾച്ചർ, ചോക്ലേറ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, റോപ്പ് ആൻഡ് മീറ്റ്, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്? നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്ക്. അപ്പൊ അതിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഏതാണ്? പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇതിന്റെ ഈ എന്താ പറയാ, നമ്മുടെ ഈ കാഷ്യൂസിന്റെ ജ്യൂസ് ഐറ്റംസിന്റെ, കാഷ്യൂ നട്ടല്ല, പറങ്കി മാവിനുള്ള മാംഗോയുടെ ജ്യൂസ് എടുത്തിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് കൊടുക്കണം. ബ്രാൻഡ് ചെയ്ത് എന്താ ചെയ്യണം? അത് ഇത് പാക്കേജ് ആയിട്ട് കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മുടെ ഫ്രൂട്ടിയുടെ ഒക്കെ പോലുള്ള പാക്കില്ലേ,
ഓക്കെ ഓക്കെ. ഇനി എന്റെ അടുത്തുള്ള ചോദ്യം ഈ കാഷ്യൂ ജ്യൂസിൽ ഞാൻ കാഷ്യൂ ജ്യൂസിന് ചോദിക്കും, വിളിക്കട്ടെ. കാഷ്യൂ ജ്യൂസ് ആണെങ്കിൽ 0 to 10 നിങ്ങളെ പാഷൻ എത്ര? ആഗ്രഹത്തിന്റെ നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ എനിക്കിത് തുടങ്ങണം, ഇത് എന്നോട് വളരെയധികം എനിക്ക് വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, എനിക്ക് ഇതിൽ അറിയപ്പെടണം, അങ്ങനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യം നിങ്ങൾ വ്യക്തി എന്ന നിലയിൽ അറിയണം ആദ്യം, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് നമ്പർ കൊടുക്കും നിങ്ങൾ? അത് ആഗ്രഹം നല്ല ആഗ്രഹമുണ്ട്, പ്രോഫിറ്റ് ഒക്കെ ആണ്. പക്ഷെ അത് കൊണ്ട് എനിക്ക് അത് മുന്നോട്ട് പോക്കറ്റിലെ പോലെ തന്നെ നമുക്കത് അതൊക്കെ നിങ്ങൾ ഈ ഓവർ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യില്ല. അഷ്റഫ്, ഓവറായിട്ട് ചിന്തിക്കും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ട്രാക്ക് ചെയ്യണം ഞാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം മാത്രം ശ്രദ്ധിക്കുക, ഈ ഒരു ചോദ്യം മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വേറെ ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആകെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര പാഷൻ ഉണ്ട് അതിൽ. പാഷൻ ഉള്ള വാക്ക് എനിക്ക് മലയാളത്തിൽ എനിക്ക് അറിയില്ല. പാഷന്റെ മലയാളം എന്തായിരുന്നു? ആഗ്രഹമാണ്. ഓക്കെ, അല്ല ആഗ്രഹമല്ല, പാഷന്റെ ആവേശം. ഓക്കെ, ആവേശം. അത് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. അത് ചെയ്യാനുള്ള ആവേശം, അതിനൊരു നമ്പർ തരാം എനിക്ക് ആദ്യം. അഷ്റഫ്, അഭിനിവേശം. ഷിബിയ, താങ്ക് യു വെരി മച്ച് ഷിബിയ. അതിനൊരു നമ്പർ തരാം, പറഞ്ഞോളൂ. 5 സർ, 5. അപ്പൊ നിങ്ങൾക്ക് തേങ്ങന്റെ അത്ര അഭിനിവേശം ഇതിനില്ല. തേങ്ങ യഥേഷ്ടം കിട്ടുന്നോണ്ടിട്ട് പിന്നെ റോ മെറ്റീരിയൽ പ്രയാസപ്പെടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് തേങ്ങയുടെ ഇത് തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ കാഷ്യൂ ആണ്. അപ്പോ എനിക്ക് അത് വല്ല പ്രയാസം ഉണ്ടാവും. ഏറ്റെടുത്ത് തുടങ്ങി കഴിഞ്ഞാല് സാധനം കിട്ടാനും മാർക്കറ്റ് ചെയ്യാനൊക്കെ സ്വന്തമായി ബ്രാൻഡ് ചെയ്യാനൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും എന്നുള്ളവർക്ക് മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഐഡിയയിൽ? ഇത് രണ്ടും കൂടാതെ ഇപ്പൊ കണ്ടെടുത്തോളം തേങ്ങക്ക് നിങ്ങൾ 7 പറഞ്ഞു, അതിന് പ്രോഫിറ്റബിലിറ്റി കുറവെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാഷ്യൂ ജ്യൂസ് പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ്, പക്ഷെ അത് കിട്ടാനുള്ള റോ മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള കാരണം 5 കൊടുത്തു. റൈറ്റ്? ശരിയല്ലേ അഷ്റഫ്? ശരിയല്ലേ അത്? ശരിയാണ്. ഓക്കെ, അഷ്റഫിനോട് മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, അഷ്റഫ് ഇതേപോലെ കാഷ്യൂ ജ്യൂസ് ചെയ്ത് വിൽക്കുന്ന വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു ഫസ്റ്റ് ആളാണ് അതിലേക്ക് വരുന്നത്. അതെ, ഫസ്റ്റ് എനിക്ക് ക്ലാസ് കേട്ട അറിവ് മാത്രമേ ഉള്ളൂ, നേരിട്ട് അറിവില്ല. ഓക്കെ, ക്ലാസ്സിൽ ആരെങ്കിലും എക്സാമ്പിൾസ് അവർ പറഞ്ഞിട്ടുണ്ടോ? എക്സാമ്പിൾസ് NIT-യുടെ ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അവര് സർക്കാരിന്റെ വിവിധ ഇനം ഇത് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തില് ഇതിനെ പറ്റി പഠിപ്പിച്ചു തന്നപ്പോ നമ്മൾ അതിനൊരു താല്പര്യം ഉണ്ടായെന്ന് മാത്രം, അല്ലാണ്ട് അത് റിസ്ക് ഫാക്ടർ നിങ്ങൾ നോക്കുമ്പോൾ തേങ്ങനേക്കാളും കൂടുതൽ റിസ്ക് ഫാക്ടർ ഇതിനാണോ, കാഷ്യൂ ജ്യൂസിനാണോ റിസ്കിന്റെ ഫാക്ടർ? അതെ. അപ്പൊ അതിന്റെ കാരണം നിങ്ങൾക്ക് അതിനോട് കൂടുതൽ താല്പര്യം, നിങ്ങൾ 1.5 മാസം അത് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന്റെ കാൽക്കുലേറ്റഡ് റിസ്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുള്ള തോന്നൽ കാരണം നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. Is that correct? അതെ, കറക്റ്റ്. ഓക്കെ, എങ്കിൽ മറ്റേതാണ് നിങ്ങൾ താല്പര്യം? അപ്പൊ അത് മാറ്റി നിർത്താം. ഓക്കെ, അത് മാറ്റി നിർത്താം. നിങ്ങൾ വേറെ എന്താ തേങ്ങയും കാഷ്യൂനട്ടും അല്ലാത്ത വേറെ എന്താ ഉള്ളത്? ഫയർ ഫാക്ടറി. കയറാണോ പറഞ്ഞത്? അതെ. ഓക്കെ, നമ്പർ 1 കയറിന് എത്ര നമ്പർ? നിങ്ങളുടെ പാഷൻ, അതായത് കൂടെ ഞാൻ വാക്ക് നോക്കട്ടെ, അഭിനിവേശം എത്രയാണ്? 0 to 10 പറയൂ. അതും ഏതാണ്ട് തുല്യമായ ഒരു ഇതിലാണ് കിട്ടുന്നത്. 5 ആണോ 7 ആണോ? അല്ല, 6 കൊടുക്കാൻ പറ്റും. കാരണം തേങ്ങയുടെ അത് പിന്നെ റിലേറ്റഡ് ആണല്ലോ, കോക്കനട്ടിന്റെ സ്ഥാനം തന്നെ. അത് കിട്ടാൻ ചാൻസ് കൂടുതലാണോ? അതിന്റെ ചകിരിയൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണോ? കിട്ടാന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിന്റെ റിസ്ക് ഫാക്ടർ നോക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാഷ്യൂ, പിന്നെ തേങ്ങ, ഇത് കയർ. റിസ്ക് ഫാക്ടർ ഇതിന് കാഷ്യൂനേക്കാളും കുറവാണ്, റിസ്ക് ഫാക്ടറിൽ കൂടുതലാണോ? റിസ്ക് ഫാക്ടർ കുറവാണ്. റോ മെറ്റീരിയൽ കിട്ടും, പക്ഷെ അതിന് പിന്നെ ഒരു ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ എനിക്ക് എന്റെ ഉദ്ദേശം പറയാൻ, നമ്മളൊരു ബ്രാൻഡിന്റെ ഒരു ആളാവാന്ന് പറയുന്നത്, ഇപ്പൊ കയറിന് പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും പിന്നെ ബ്രാൻഡ് ആയിക്കോളെന്നുള്ള അസംഗതി ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? അടുത്ത ചോക്ലേറ്റിനൊക്കെ 2% കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ താല്പര്യമുള്ളതാണോ? ഞാൻ ആറളം ഫാമിലി ഇങ്ങനെ ഒരു വർഷത്തേക്ക് കൊക്കോ പറിക്കാനുള്ളത് ലേലം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആറളം ഫാമിൽ, കണ്ണൂരിലെ.
ഓക്കെ. അല്ല അങ്ങോട്ട് പോരും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ഉത്തരം തരാം. അപ്പൊ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾ അഭിനിവേശം അല്ലെ? അഭിനിവേശം എന്താ? 0 to 10. 0 to 10 എവിടെയാണ്? ഇല്ല സാർ, അത് പിന്നെ വളരെ കുറവിലാണ് പെർസെന്റേജ് വരുന്നത്. 2.5 ഒക്കെ വരുന്നുള്ളൂ. 2.5. അപ്പൊ നിങ്ങൾക്ക് തേങ്ങന്റെ അടുത്തേക്ക് വേറെ ഒന്നും എത്തുന്നില്ല. തേങ്ങന്റെ അടുത്തേക്ക് വേറൊരു നമ്പർ സാധനം എത്തുന്നില്ല ആണോ? അല്ലെങ്കിൽ തേങ്ങനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് വേറെ വല്ലതും ഉണ്ടോ നിങ്ങൾ? എനിക്ക് അറിയാത്തൊരു ബിസിനസ് ആണ്. ഏതെങ്കിലും സജസ്റ്റ് ചെയ്ത ഏതെങ്കിലും അറിഞ്ഞാൽ ഞാനത് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ഞാൻ കേട്ട സംഗതികളിൽ അഗ്രികിന്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ പങ്കെടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് കേരളത്തിൽ ഏകദേശം കിട്ടുന്ന ഒരു വ്യവസായം നിലനിൽക്ക് മാത്രം അതെടുത്തത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പഠിക്കാനും എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യാനും പണിയെടുക്കാനും തയ്യാറായ ഒരു മനസ്സ് എനിക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ചാഞ്ചാട്ടം ഉണ്ട്. ഏതാ നല്ല അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണ്ടേ അഷ്റഫ്? ഈ ചാഞ്ചാട്ടം എനിക്ക് ഇപ്പൊ 5 മിനിറ്റോട് മനസ്സിലാക്കി കഴിഞ്ഞു കേട്ടോ. അഷ്റഫ് ഒന്നും വിചാരിക്കരുത് കേട്ടോ. അഷ്റഫെ ഒന്നും വിചാരിക്കരുത്. പക്ഷെ ഈ ചാഞ്ചാട്ടം എനിക്ക് മനസ്സിലാവണ്ട. 5 മിനിറ്റോട് തന്നെ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അത് നിങ്ങൾ ഒന്നിൽ ഫോക്കസ് അതെ അതിന് പരിഹാരമാണ്. ശരിയാണ് സാറ് പറഞ്ഞത്, ശരിയാണ്. ചാഞ്ചാട്ടം ശരിയാണ്. ഞാൻ പരിഹാരം ചോദിച്ചു. എന്റെ മനസ്സിങ്ങനെ എപ്പോഴും അതെ. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾ ഒറ്റ ഞാൻ ഇത് എന്റെ പേപ്പർ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ഞാൻ ഇപ്പൊ ചോദിച്ച പോലെ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാഷൻ ആയിട്ടുള്ള സാധനം ആദ്യം തിരഞ്ഞെടുക്കുക. അഷ്റഫ് അത് ചെയ്തോളേ. എന്റെ സഹായം ആവശ്യമില്ല നിങ്ങൾക്ക്. എന്റെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷനുള്ള ആ എന്താണ് പ്രൊഡക്റ്റ് അതിന് ഒരു മാർക്ക് കൊടുക്കാം. മനസ്സിലായില്ലേ അഷ്റഫ്? നമ്പർ 2 നിങ്ങൾ ചോദിക്കേണ്ടത് അതിന്റെ റിസ്ക് ഫാക്ടർ നോക്കാം. റിസ്ക് ഫാക്ടർ ഏതാ നമ്പർ കൊടുക്കാം. ഓക്കെ. മൂന്നാമത്തെ ചോദിക്കേണ്ടത് ആ ബിസിനസ് വേറെ ആരും ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ. നാലാമത്തെ ഗൂഗിളിൽ പോയിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കുക. അതിന് എത്ര സെർച്ച് എഞ്ചിനിൽ എത്ര ഇതാണ് വരുന്നത്, റിസൾട്ടാണ് വരുന്നത് നോക്കാം. റിസൾട്ട് എത്രത്തോളം കൂടുന്തോറും അത്രക്കും നല്ലത് നിങ്ങൾക്ക്. അതായത് അതിന്റെ അർത്ഥം അതിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലാണോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ ട്രെൻഡിൽ പോവാം. ഗൂഗിൾ ട്രെൻഡിൽ പോയിട്ട് അത് ടൈപ്പ് ചെയ്ത് നോക്കാം. അവിടെ ഉണ്ടോ നോക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ എന്താ പറ്റുക അഷ്റഫ്, എന്താ ചിലപ്പോൾ പറ്റുക വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യമുള്ള ഒരു സാധനം ഉണ്ടായിരിക്കാം, പക്ഷെ അതിന് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. രണ്ടാമത് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനം ഉണ്ടായിരിക്കാം, പക്ഷെ അതിന് പ്രോഫിറ്റബിലിറ്റി കുറവായിരിക്കാം. മൂന്നാമത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനം ഉണ്ടായിരിക്കാം, ഹൈ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഹൈ റിസ്ക് ഉണ്ടായിരിക്കാം. മനസ്സിലായി? അപ്പൊ ഈ ഒരു കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അലൈൻ ആയി കഴിഞ്ഞാൽ ആ ബിസിനസ് തുടങ്ങാൻ പറ്റും. കാരണം എന്താന്ന് പറഞ്ഞുതരാം. എന്നോട് നിങ്ങൾ ഒരു അഗ്രി ഫാം തുടങ്ങാൻ പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടാകും. ചിലപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആയിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ 4-5 കാര്യം ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ അഗ്രി, നിങ്ങൾ പറഞ്ഞ ചോക്ലേറ്റ്, നിങ്ങൾ പറഞ്ഞ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നിങ്ങൾ പറഞ്ഞ റോപ്പ്, നിങ്ങൾ പറഞ്ഞ മീറ്റ്, ചിലപ്പോൾ ഇതിൽ ഒന്ന് ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനേക്കാളും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കാം ഒരു ബിസിനസ്സിൽ വിചാരിക്കാം. ഈ പറഞ്ഞ ബിസിനസ്സിൽ ഒരു ബിസിനസ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ബിസിനസ്സാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ 5 ഒന്നെന്ന് വിചാരിക്കാം. അഷ്റഫ് കേൾക്കുന്നുണ്ടോ അഷ്റഫ്? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. പക്ഷെ ഞാൻ അത് ഒന്നും ഏറ്റെടുക്കില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞ 5 ബിസിനസ് എന്റെ പാഷൻ അല്ല. മനസ്സിലായോ അഷ്റഫിനെ? പാഷൻ അല്ലാത്ത ബിസിനസ് നിങ്ങൾ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നിങ്ങൾ പാഷനോട് തുടങ്ങാം. നമ്പർ 2 നിങ്ങൾക്ക് ചോദിക്കേണ്ടത് അതിന്റെ റിസ്ക് ഫാക്ടർ നോക്കാം. നമ്പർ 3 അതിന്റെ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് വെക്കുക, ട്രെൻഡ് നോക്കാം. Is that fine? Ashraf, is that fine? Ashraf undo avada? How many of you got this crystal clear? Sir, കേൾക്കില്ല. ആർക്കൊക്കെ മനസ്സിലായി ഈ പോയിന്റ്സ് പറഞ്ഞ ആർക്കൊക്കെ മനസ്സിലായി? CC and type ചെയ്യാം. Once again understand your passion. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പാഷൻ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിന്റെ റിസ്ക് ഫാക്ടർ നോക്കുക. ഓക്കെ. നമ്പർ 3 നിങ്ങൾ അതിന്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുക. നമ്പർ 4 അത് സെർച്ച് ചെയ്ത് നോക്കുക, അതിന് എത്ര ഡിമാൻഡ് നോക്കുക, പിന്നെ അതിന്റെ ട്രെൻഡ് നോക്കാം. 5 കാര്യങ്ങൾ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും കേട്ടിട്ടുണ്ട്?
Okay, so do that and you can go forward. ഇപ്പൊ ശരി. Are you happy with that, Ashraf? Are you happy? സർ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കോൾ വന്നപ്പോഴേ Okay. കട്ട് ചെയ്താ കോൾ. Right. Thank you very much, Ashraf. Let me go to the next caller, please. Okay, very good. Next caller. $40 minutes കൂടെ ഉണ്ട്. 40 മിനിറ്റ് കൂടെ എക്സാക്ട്ലി 9 മണിക്ക് ഞങ്ങൾ നിർത്തും. അപ്പൊ അടുത്ത കോളർ ആരെങ്കിലും ചോദിച്ചോളൂ. Okay, good evening. That is Shobin, am I right? Shobin Thomas? Shobin. Okay, Shobin, ever vilikkunnu? Shobin, where are you calling from? ഞാൻ കൊച്ചിൻ സർ. Okay, Kochi. Shobin, എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാൻ എന്താ സർ ക്വസ്റ്റ്യൻ അല്ല സർ, എന്റെ എനിക്കൊരു സ്റ്റേജ് ഫിയർ ആണ് ശരിക്കും എന്റെ മെയിൻ പ്രശ്നം വരുന്നത് ഒന്ന്. പിന്നെ എന്താ പറയാ, ഭയം എന്നുള്ളതല്ല, സ്റ്റേജ് ഫിയർ. അപ്പൊ നമുക്കൊരു ആരുടെ ഒരു പ്രസന്റ് ചെയ്യാനുള്ള സ്റ്റൈലോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഷോപ്പിന് മാറാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും ഞാൻ നിങ്ങളെ 30 ദിവസം കൊണ്ട് മാറ്റി തരട്ടെ. തീർച്ചയായും. Are you ready? Ready sir. Okay, Shamira, just add your number in the chat. Shamira, are you there? I saw you once. ഞാൻ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay, Shamiraനെ കോൺടാക്ട് ചെയ്താൽ I'll help you. സാർ എന്നോട് ഇത് 90 സെക്കൻഡ്സിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90 സെക്കൻഡ്സ് അത് ഡെയിലി ചാലഞ്ചസ് ഉണ്ടാവും. അത് കൂടാതെ ഇതിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ട് ഇവിടെ മറ്റു ചാലഞ്ചസ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ പ്രസന്റേഷൻ, നിങ്ങളുടെ പ്രൊഫഷണൽ സ്പീക്കിംഗ്, നിങ്ങളുടെ മീറ്റിംഗ് all can be handled. Okay, no worries at all. ഷമീറയുടെ നമ്പർ, ഷമീറയുടെ നമ്പർ ഉണ്ടെങ്കിൽ പുള്ളിക്കായിട്ട് കോൺടാക്ട് ചെയ്തല്ലോ, I'll help you. 30 ദിവസം കൊണ്ട് I'll make you do a presentation, professional presentation. 30 ദിവസം കൊണ്ട് ഞാൻ ചാലഞ്ച് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിട്ടുണ്ടാവും. Are you fine with that? സർ എന്റെ യെസ് സർ. സർ നമ്മൾ ഇപ്പൊ ഞാൻ പാർട്ണർഷിപ്പ് ബിസിനസ് ആണ്. അപ്പം നമുക്ക് ഇപ്പോ സൈൻ ബോർഡിന്റെ വർക്കാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇവരെ 3 പേരെ നമ്മളിപ്പോ ഒരു വെഞ്ചർ എന്ന് പറഞ്ഞ് മൂവ് ചെയ്യുന്നല്ലാതെ നമുക്കൊരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിപ്പം ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൂ മച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാനും ഒരു ധൈര്യം പോരാ. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഈ ഇൻഡസ്ട്രിയിൽ. ടഫ് കോമ്പറ്റീഷനും കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നമ്മളിൽ എന്ത് ചേഞ്ച് വന്നാലായിരിക്കണം നമ്മുടെ ബിസിനസ്സിലോട്ട് അത് മാറ്റേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ട്? നമ്പർ 1, ഏത് ബിസിനസ് എടുത്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന്റെ ഡെവലപ്മെന്റ്, ആ ബിസിനസിന്റെ ഗ്രോത്ത് നിങ്ങളെ ലീഡർഷിപ്പിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഒരു സംശയം വേണ്ട. ഇവിടെ എത്ര പേര് സക്സസ്ഫുൾ ആയിട്ടില്ല. ഇപ്പൊ നേരത്തെ ഞാൻ കരീമിനെ കണ്ടു. കരീം വാസ് ടോക്കിംഗ് അബൌട്ട് 3 to 4 crores in a month. അപ്പം ആ ഒരു വ്യക്തി ആളെ ഇതും പറഞ്ഞു, കരീം ഇവിടെ ഉണ്ടാവുന്ന എനിക്കറിയാം. കരീം ഇതുപോലും പറഞ്ഞു, ഹി വാസ് എ വർക്കർ. പുള്ളി വർക്കർ ആയിരുന്നു. പിന്നീടാണ് പുള്ളി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് കരീം പറഞ്ഞു. ഇറ്റ്സ് നോട്ട്. അപ്പൊ ഷോബിൻ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു തൊഴിലാളിയാണോ മുതലാളിയാണോ എന്നുള്ള ആ ഒരു ടൈറ്റിലല്ല. നിങ്ങൾ തൊഴിലാളി ആയിരിക്കാം, നിങ്ങളൊരു മുതലാളി ആയിരിക്കാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ലീഡർഷിപ്പ് സെറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ടൂൾ സെറ്റ് എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, നിങ്ങൾ ഹൈ എൻഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ, ആസ് എ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ, നിങ്ങൾ എത്ര തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണെങ്കിലും അത് 1 വർഷം 2 വർഷം മാക്സിമം അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും. It all depends. Your business growth depends upon your growth. How many of you agree? So I want everyone to go and type growth. Your business growth depends on your growth. നിങ്ങൾ ഗ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ് ഗ്രോ ചെയ്യില്ല, ഒരിക്കലും ഗ്രോ ചെയ്യില്ല. വെരി ഷുവർ, വെരി സിമ്പിൾ ആസ് ദാറ്റ്, വെരി സിമ്പിൾ. ആരൊക്കെയാണ് എന്റെ ഇതില് എന്താണ് ക്ലബ് ഹൗസിൽ ആരൊക്കെ പങ്കെടുത്തത്? ക്ലബ് ഹൗസിൽ ആരൊക്കെ പങ്കെടുത്തത്? ഐ തിങ്ക് ഓക്കെ, എല്ലാവരും 11-ാം തീയതി ഞാൻ ചെയ്യാൻ പോകുന്ന ക്ലബ് ഹൗസ് ഒരിക്കലും മിസ് ചെയ്യരുത്. സെയിം ഓർഗനൈസേഷൻ 11-ാം തീയതി. എല്ലാവരും ടൈപ്പ് ചെയ്യാം. 11-ാം തീയതി ഞാൻ സൂപ്പർ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ആ ക്ലബ് ഹൗസിൽ വെച്ചിട്ട് ഞാൻ ഒരു സാധനം പബ്ലിഷ് ചെയ്യും. ഐ എം ഗോയിങ് ടു അനൗൺസ് സംതിങ്. ഇന്നേ വരെ കേരളത്തിൽ കൊടുക്കാത്ത ഓൺടർപ്രണേഴ്സ് ഉള്ള ഒരു 4 ദിവസത്തെ പ്രോഗ്രാം, 3 ദിവസത്തെ പ്രോഗ്രാം ഞാൻ തരാൻ പോകുന്നത്. അതിനെ കുറിച്ച് ഞാൻ 11-ാം തീയതി അനൗൺസ് ചെയ്ത് മിസ് ചെയ്ത് it will be a great loss. Great. അപ്പൊ 11-ാം തീയതി തീർച്ചയായിട്ടും പങ്കെടുക്കാം. 11-ാം തീയതി എനിക്ക് ഏകദേശം 1000 ആളെങ്കിലും അതിൽ പങ്കെടുക്കാൻ എനിക്ക് കാണണം. 1000 ആളെങ്കിലും
ആ 11-ാം തീയതി സർ സമയം അന്നത്തെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ എന്റേത് 8:30 ആയിരിക്കും എന്റെ സെഷന്. 8:30 അന്ന് 1.5 മണി വരെ ഒന്ന് പോയിട്ടുള്ളത്. അപ്പൊ 8:30 ആയിരിക്കും എന്റേത്. 8:30 ആയിരിക്കും. ഓക്കെ, 8:30 ആയിരിക്കും ഞാൻ സാറിന്റെ ഗ്രൂപ്പിലാണോ വരുന്നത്? സെയിം ഗ്രൂപ്പ്. ഓക്കെ, അതെ സെയിം ഗ്രൂപ്പിൽ തന്നെ. ആ ഗ്രൂപ്പിൽ വന്നോളൂ. 11-ാം നിങ്ങൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ, ഓൺടർപ്രനേഴ്സ് ഉണ്ടോ കൊടുത്തോളൂ. ഞാൻ അന്ന് അനൗൺസ് ചെയ്യും എന്റെ ആ പ്രോഗ്രാമിനെ കുറിച്ച്. ആ പ്രോഗ്രാം ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന്റെ പേര് FBA എന്നാണ്. FBA, ഫ്രീഡം ബിസിനസ് ആക്സിലറേറ്റർ എന്ന പ്രോഗ്രാം അന്ന് അനൗൺസ് ചെയ്യും. അന്ന് അവിടെ സെൽ ചെയ്യും. അന്ന് ആരെ വാങ്ങിക്കുന്നത് അവർക്ക് മാത്രമേ കോഴ്സ് കിട്ടുള്ളൂ. അന്ന് ഞാൻ 11-ാം തീയതിയാണ് ഞാനത് ആ കോഴ്സ് അനൗൺസ് ചെയ്യാം. കോഴ്സ് നടക്കുന്നത് വേറെ ദിവസമായിരിക്കും, പക്ഷെ അന്ന് ഞാൻ അനൗൺസ് ചെയ്യും മലയാളത്തിലായിരിക്കും. FBA എന്നുള്ള കോഴ്സ് മലയാളത്തിലായിരിക്കും. ആദ്യമായിട്ട് ഞാൻ മലയാളികൾക്ക് വേണ്ടി മലയാളത്തിൽ എടുക്കുന്ന FBA കോഴ്സ് മിസ് ചെയ്തിട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോഴ്സ്. ഐ കൻ ഗ്യാരണ്ടി there will be no instructor who teaches you that. Are you ready? അപ്പോൾ 11-ാം തീയതി മാർക്ക്. 11-ാം തീയതി don't miss that. I'll be announcing. അന്ന് മാത്രം അനൗൺസ് ചെയ്യില്ല. ഇന്നൊന്നും അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. 11-ാം തീയതി അവിടെ ഞാൻ അനൗൺസ് ചെയ്യാം. അപ്പം bring maximum people and listen to me and you will get only 15 minutes മാത്രം ഉണ്ടാവും. 15 മിനിറ്റ് കൊണ്ട് ആരോ ഡിസിഷൻ എടുക്കണം, they are in. അവരെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർ ആരും സെലക്ട് ചെയ്യും. So 15 minutes gap, you are ready എന്ന് പറഞ്ഞു. because I believe in action takers. മൂന്ന് പദങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഏതൊക്കെ 3 പദങ്ങൾ. പോയി ടൈപ്പ് ചെയ്യാം. ഇന്ന് അറിയുന്നവർക്ക് അറിയാം 3 പദങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ഷനെ കുറിച്ച് യൂസ് ചെയ്യുന്ന 3 പദങ്ങളുണ്ട്. അറിയുന്നതുകൊണ്ട് പോയി ടൈപ്പ് ചെയ്യാം. അതാ കണ്ട വരുന്നതാ, അത് കുട്ടികൾ എഴുതുന്നത്. അതൊക്കെ ഉണ്ട്. ആൻസർ വരുന്നുണ്ടോ? അവർക്ക് എല്ലാവർക്കും അറിയാം. FAT, മാറ്റ് കാറ്റ് ഫാറ്റ്. ഈ 3 പദങ്ങൾ വളരെയധികം കണിശമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ സ്റ്റുഡൻസ് അതെ. You must be a fast action taker, you have to be a continuous action taker, and you have to be a massive action taker. അപ്പം അതിന് 15 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടാവും. 15 മിനിറ്റ് ആരാണ് ഫാസ്റ്റ് ആക്ഷൻ എടുക്കുന്നത് അവർ എന്റെ ടീമിൽ പെടും, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. സോ 11-ാം തീയതി മറക്കണ്ട. ഓക്കെ, പറഞ്ഞോളൂ ഷിബു, പറഞ്ഞോളൂ. എന്തായിരുന്നു കുറച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ടഫാണ്, കോമ്പറ്റീഷൻ ടഫാന്ന് പറഞ്ഞു. Are you there still? Shobin, Shobin പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ചോദ്യം കഴിഞ്ഞു സർ. കഴിഞ്ഞോ? സാറിന് വേറെ ഓക്കെ. സോ ഇത് എന്തായാലും ഷോബിന് ഷമീറ മാമിനെ കണ്ടോളൂ. ഷീൽ ഹെൽപ്പ് യു. അത് 30 ദിവസം കൊണ്ട് ഐ കൻ മേക്ക് യു സ്പീക്കർ. നിങ്ങൾക്ക് എന്റെ പോലെ സംസാരിക്കുക. എന്നെക്കാളും വലുതാവാനാണ് എന്റെ സ്റ്റുഡൻസ് എല്ലാവരും എന്നെക്കാളും വലുതാവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. I'll teach you my techniques. ഞാൻ എങ്ങനെ എടുക്കുന്നത് ക്ലാസ്, എങ്ങനെയാണ് ഞാൻ 30 സെക്കൻഡ് പോലും ക്ലാസ് എടുക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് 14 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് അമേരിക്കൻസിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കേണ്ട എന്റെ ടെക്നിക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. Is that okay? Okay. Sure. Thank you very much. Okay, thank you, sir. Next caller, please. You got 32 minutes more. 32 minutes മാത്രമേ at the caller. Anyone? ചോദിച്ചോളൂ. നിങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ ടൈമായി. ഇത് ഇതിനെ കുറിച്ചുള്ള ഇതല്ല. നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, ഓർ ബിസിനസ്, ഓർ കരിയർ, ഓർ whatever it is you can ask me. ചോദിച്ചോളൂ. ആരാ? ചോദിച്ചോളൂ. ആരെങ്കിലും ചോദിക്കാത്തവർ ചോദിക്കാം. ചോദിക്കാത്ത ആരെങ്കിലും ചോദിക്കാം. എനിക്ക് മനസ്സിലാവില്ല. ആരോ സംസാരിക്കുന്നത് മാത്രം കേൾക്കുള്ളൂ. എന്താ സംസാരിക്കുന്നത് കേൾക്കുന്നത് എനിക്ക്. കരീമാണ്, ടൈൽ ഹൗസ് കരീമാണ് സംസാരിക്കുന്നത്. കരീം നേരത്തെ ചോദിച്ചല്ലേ? കരീം നേരത്തെ ചോദിച്ചില്ല. എനിക്ക് വേറെ പുതിയ ആളുകൾ കേട്ടെ. കരീം എല്ലാവർക്കും ചാൻസ് കൊടുക്കട്ടെ പ്ലീസ്. താങ്ക് യു. ഓക്കെ. താങ്ക് യു വെരി മച്ച് കരീം. താങ്ക്സ് എ ലോട്ട്. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാത്തവർ ചോദിച്ചോളൂ. ആരെങ്കിലും ചോദിക്കാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. Go ahead. Anyone can ask me. നിങ്ങൾ ലാസ്റ്റിൽ വേണ്ടിയിട്ട് കാത്തിക്കരുത്. ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. 9 മണിയാവാൻ കാത്തിക്കരുത്. 9 മണിക്ക് ഞാൻ നിർത്തും. കൃത്യമായിട്ട് നിങ്ങളോട് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ. ഞാൻ ഹോസ്പിറ്റലിലുള്ളത്. അപ്പൊ എന്റെ ലിമിറ്റഡ് വൈഫൈ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളെ ക്ലാസ് മുടങ്ങിയിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നടത്തുന്നത്. പറഞ്ഞോളൂ. നമസ്കാരം സാർ, എന്റെ പേര് ഷിജില്. ഓക്കെ ഷിജിൽ, പറഞ്ഞോളൂ.
എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഞാനൊരു നമ്മളൊരു ഷോപ്പ് നടത്തുന്നുണ്ട്, സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പൊ അതിക്ക് നമ്മൾ സ്റ്റാഫിനെ എടുക്കുമ്പോൾ നമുക്ക് തോന്നണം നമുക്ക് വേണ്ടപ്പെട്ടവരാവണം എന്നൊരു തോന്നല്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? അങ്ങനെ നമ്മൾ നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളെ വെക്കണം എന്നൊരു തോന്നല് മനസ്സിൽ. പക്ഷെ അങ്ങനത്തെ നല്ല ആളുകളാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പൊ ഒരാളെ കിട്ടിയിരുന്നു, ആ ആളാണെങ്കിൽ 1 വർഷം നിന്നിട്ട് അയാള് റിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനിയും കിട്ടുമ്പോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരാളെ സെലക്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാരോ അങ്ങനെ ആരെങ്കിലും മതി എന്നൊരു തോന്നൽ മനസ്സില്. അത് ശരിയാണോ അതോ മാർക്കറ്റിൽ നിന്ന് എടുക്കണാണോ ശരി എന്നൊന്നും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കൊക്കെ സിജിലിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായി? ഒരു ഗോട്ട് ഇറ്റ് ഏതാ? ഗോട്ട് ഇറ്റ് GI ഏതാ? എല്ലാവരും പോയിട്ട് ഗോട്ട് ഇറ്റ് GI. സിജിൽ ചോദിച്ച ചോദ്യം എല്ലാവർക്കും മനസ്സിലാക്കിയെങ്കിൽ GI ടൈപ്പ് ചെയ്യാം. സിജിൽ ചോദിച്ചത് വേണ്ടപ്പെട്ട ആൾക്കാര്, അറിയുന്ന ആൾക്കാര് ആണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ പുതിയ ആൾക്കാര് മാർക്കറ്റിനാണ് എടുക്കേണ്ടത്? സിജിലിനോട് ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ, വിരോധം ഇല്ലെങ്കിൽ ചോദിച്ചോട്ടെ. സിജിൽ കല്യാണം കഴിച്ച വ്യക്തിയാണോ? അതെ അതെ അതെ. ആ കല്യാണം ലവ് മാരേജ് ആണോ അല്ലെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അറേഞ്ച് മാരേജ്. ആ കുട്ടിയെ നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇല്ല ഇല്ല, ഒരിക്കലും അറിയില്ല. അറിയാത്ത കുട്ടി എങ്ങനെയോ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഇന്ന് നിങ്ങൾ തുടർന്ന് പോണില്ലേ? തീർച്ചയായിട്ടും. അത് തന്നെയാണ് ബിസിനസ്സും. എത്ര പേർക്ക് മനസ്സിലായി? ഇത്രേ ഉള്ളൂ. അര സെക്കൻഡ് മിനിറ്റ് മതി നിങ്ങൾ ഈ ഉത്തരത്തിന്, ഈ ചോദ്യത്തിന് ഉത്തരന്റെ. എത്ര ആൾക്കാർക്ക് മനസ്സിലായി? I got in ടൈപ്പ് ചെയ്യാം. സിമ്പിൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തി നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളെക്കാളും മേലോട്ട് വളരില്ല. സിജിൽ വളരെ സിമ്പിളാണ്. So anyone who comes in, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ആ ട്രസ്റ്റ് ഫാക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സംശയങ്ങൾ എപ്പോഴുണ്ടാവും. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ സംശയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പേരക്കിടാവുകളായിട്ട് പോലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ബാക്കി ഉണ്ടാവുള്ളൂ. ശരിയല്ലേ സിജിലെ? അതെ അതെ. ഇത് വെച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ അല്ലാതെ അതായത് സ്റ്റാഫിനെ വെക്കണതിന് പകരം നമ്മളെ തന്നെ ആ റോള് കൈകാര്യം ചെയ്യണം. അതൊരിക്കലും ചെയ്യരുത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ സിജിലിനെ ഞാൻ ആകെ 2 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായി സിജിലിന് അവിടെ ബോട്ടിൽ നെക്ക് ഉണ്ടെന്ന് മനസ്സിലായി. സിജിലിന്റെ ബോട്ടിൽ നെക്ക് എന്താ വെച്ചാൽ മറ്റുള്ളവരെ വിശ്വാസം ഇല്ലാത്ത കാരണം ബോട്ടിൽ നെക്ക്. നമ്പർ 1. നമ്പർ 2, അതിന്റെ കാരണം ഞാൻ എല്ലാം ചെയ്യട്ടെ എന്നുള്ള തോന്നല്. അത് 2 നിങ്ങളുടെ ബിസിനസിനെ വല്ലാണ്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. മനസ്സിലായ സിജിലെ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും സിജിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങള് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്റർവ്യൂ നന്നായി ചെയ്യണം. ഓക്കെ, നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യണം. ഓക്കെ, അത് ചിലപ്പം ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന രീതിയിൽ നിങ്ങളെ നല്ലൊരു ഇന്റർവ്യൂ ബോർഡ് ഉണ്ടായിട്ട് അവർക്ക് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രം ആളെടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, നിങ്ങളുടെ വൈഫിനെ സെലക്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരുപാട് കാര്യം ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കുടുംബത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടാവും, എവിടെയാണ് ചോദിച്ചിട്ടുണ്ടാവും, ഏത് കോളേജിലാണ് പഠിച്ചത് ചോദിച്ചിട്ടുണ്ടാവും, ആ കോളേജിൽ വല്ല അഫെയർ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചു. നമ്മൾ ബാക്കിലോട്ടാണ് പോലെ അല്ലേ? ശരിയല്ലേ ജിജിലെ? നമ്മൾ ആ കുട്ടിനെ ഒരു അറേഞ്ച് മാരേജ് ആകുമ്പോൾ നമ്മളെല്ലാം ചോദിച്ചതിന് ശേഷമാണ് ഓക്കെ എല്ലാം റെഡിയായി നമ്മൾ കല്യാണം കഴിക്കാൻ റെഡി ആവുന്നത്. അതേപോലെ തന്നെ ഒരു വ്യക്തിനെ എടുക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ബുദ്ധിമുട്ടാവും. ഓക്കെ, അത് കൂടാതെ വല്ല ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എടുക്കരുത്. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇയാൾ നല്ലതാണ്, നല്ല പ്രൊഡക്ടിവിറ്റി ആണ്, നല്ല റിസൾട്ട് ജനറേറ്റ് ചെയ്ത വ്യക്തിയാണെന്നുള്ള റെക്കമെൻഡേഷൻ വരാണെങ്കിൽ എടുക്കുക. അതല്ല ഇയാൾക്ക് ഒരു ജോലി കൊടുക്കണം, ഇയാളെ കുടുംബം നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ, അത് തീർച്ചയായിട്ടും ആയിരിക്കണം. നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ എടുക്കാം, പക്ഷെ റെക്കമെൻഡേഷന്റെ കണ്ടീഷൻ ഞാനിവിടെ പറഞ്ഞത്, റെക്കമെൻഡേഷൻ കണ്ടീഷൻ അയാളുടെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അയാളുടെ ബിഹേവിയേഴ്സും കോണ്ടന്റും ആറ്റിറ്റ്യൂഡും ഒക്കെ നല്ലതാണെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വരാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെടുക്കുക, ഒരു പ്രശ്നമില്ല. ഒരു ചോദ്യം കൂടി സാറേ, അതില് എല്ലാവർക്കും ഒരു ചോദ്യം. ഓക്കെ, തീർച്ചയായും അടുത്ത പ്രാവശ്യം ചോദിച്ചോളൂ, തീർച്ചയായും ഞാൻ സഹായിച്ചു. താങ്ക് യു വെരി മച്ച് സിജി. താങ്ക്സ് എ ലോട്ട്. സർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ, ആസിഫ് ആണ്. സാറിന്റെ ഒരു ടോക്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു സാർ, പിന്നെ ബിസിനസ് ലീഡേഴ്സ് പിന്നെ ഇൻ ദ ബിസിനസിന് പകരം ഓൺ ദ ബിസിനസ്സിലേക്കായി മാറണം സാർ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറെ കാലമായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രോസസ് ട്രാൻസ്ഫോർമേഷൻ ആണ്, പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല.
സാർ അതിനെ കുറിച്ചൊന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. താങ്ക് യു സർ. ആസിഫ് അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ആസിഫിനോട് സംസാരിക്കാൻ പോണ്. ആസിഫ് എവിടെയാണ് വിളിക്കുന്നത്? ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് മഞ്ചേരി സാർ. പക്ഷെ ഞാൻ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്, IT ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സൈഡിൽ. അപ്പം ആസിഫ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആസിഫിന് ആസിഫ് ബിസിനസ്സിൽ പോയിട്ടില്ലെങ്കിൽ ബിസിനസ് നടക്കൂ? ഇപ്പോഴത്തെ സാഹചര്യം ഇല്ല സാർ. ഐ ഷുഡ് ബി ദർ. ഓക്കെ, അതിന്റെ അർത്ഥം യു ആർ ഇൻ ദ ബിസിനസ്. അതെ, വളരെ സിമ്പിൾ ആണ്. ആസിഫ് ഇല്ലെങ്കിൽ അവിടെ ബിസിനസ് നടക്കില്ലെങ്കിൽ ആസിഫ് യു ആർ വിതൗട്ട് എനി ഡൗട്ട് യു ആർ ഇൻ ദ ബിസിനസ്. അപ്പൊ നിങ്ങൾ ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വെരി മച്ച് സാർ. അപ്പൊ അത് ആ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ലെവൽ ലീഡേഴ്സിനെയും കൂടെ ഗ്രോ ചെയ്യണം. ഓക്കെ, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. 11-ാം ഞാൻ ഒരു സംഭവം പറയാൻ പോകുന്നത് അവിടെ ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറയും ആ പ്രോഗ്രാമിൽ, FBA പ്രോഗ്രാമിൽ. അതായത് നിങ്ങൾ ബിസിനസ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബിസിനസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് ദ ബിസിനസ് ആവണമെന്നുണ്ടെങ്കിൽ, ഓൺ ദ ബിസിനസ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കണം. ഇന്ന അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്റെ സ്റ്റുഡൻസ് ചോദിച്ചാൽ അവർക്ക് ഇപ്പം പറഞ്ഞു 5 പ്രിൻസിപ്പിൾ. ഇറ്റ്സ് കോൾഡ് ദ 5 ഫ്രീഡം. Okay, it's called the freedom. Rana, do you know that? Rana, Hannah, do you know that? Yes, yes, yes. Yes, go ahead. Come on. What are my 5 freedoms? Go ahead. Freedom of location. Yep. Freedom of money. Yep. Go ahead. Freedom of time. Yep. Number 4. What's the 4th freedom? Safety. Yes. What's the 4th freedom? Okay. Anybody who knows that? 5 freedom. Freedom of choice. Freedom. Exactly correct. Last one. What's the last one? Okay. I'll give the answer. Okay. Anti-freedom. Anti-growth. No, it's freedom of purpose. Anti-freedom. freedom. ഇന്നിപ്പോ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ്. ഞാനൊരു സർജറിക്ക് വേണ്ടി വന്നിട്ട് നാളെ എന്റെ സർജറി. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ആസിഫിന്റെ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ആസിഫ്, ഐ എം നൗ നോട്ട് ഇൻ മൈ ഓഫീസ്. സോ ഈ 5 ഫ്രീഡത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഫ്രീഡം ഓഫ് ടൈം, ഫ്രീഡം ഓഫ് മണി, ഫ്രീഡം ഓഫ് ലൊക്കേഷൻ, ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് ഫ്രീഡം ഓഫ് പർപ്പസ്. ഇതിൽ ഏത് ഫ്രീഡം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഞാൻ ഹോസ്പിറ്റലിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഏത് ഫ്രീഡം ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്? Good. And what else? Asif, thank you very much, Hannah. Let me ask Asif. Asif, എന്ത് ഫ്രീഡം ആയി അപ്ലൈ ചെയ്തിട്ടുണ്ട്? സാർ പറഞ്ഞ പെട്ടെന്ന് ഞാൻ വെച്ച ഫ്രീഡം ഓഫ് ടൈം ആണ്. അതാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. Okay, no, it's not the freedom of time. ഇവിടെ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. Number 1, freedom of purpose. Freedom of purpose, very good. And the freedom of choice. മൂന്നെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. Freedom of choice, freedom of purpose and freedom of location. 3 കാര്യം. ലൊക്കേഷൻ, ഞാൻ എന്റെ സ്റ്റുഡിയോയിലല്ല, എനിക്കുള്ള ഹെഡ്സെറ്റും എന്റെ ഓഡിയോ ഒന്നും കറക്റ്റ് അല്ല. എങ്കിൽ പോലും ഞാൻ എന്റെ സ്റ്റുഡിയോ ഒന്ന് മാറിയിട്ട് ഇത് എന്റെ സ്റ്റുഡിയോ ആക്കി ഇവിടെ സംസാരിക്കുന്നത്. So it's a freedom. ഞാൻ ബിസിനസ്, I'm not working in the business, I'm working on the business. Number 2, it's my purpose. എന്റെ purpose എന്താ? ഇത് മുടക്കാൻ പാടില്ല. കാരണം നിങ്ങളോട് ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു, എല്ലാ സാറ്റർഡേ എന്ന് പറഞ്ഞു. So it's my purpose to add value. So number 2. Number 3, choice. I will do it. ഇന്ന് ചെയ്തേ മതിയോ? It's my choice. Did you get me, Asif? Asif, are you there? Yes, I'm there, sir. Yes, okay. So always keep in mind, ഞാൻ ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യണ്ടേ? ഇതിപ്പോ റെക്കോർഡ് ചെയ്യണ്ടേ? ഇത് ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ അത് ഒരു, ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പേയ്മെന്റ് ഗേറ്റ് വേയിലൂടെ ഞാൻ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത് വെച്ചിട്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും. Do you agree, Asif? Asif unmute ചെയ്തോളൂ. Asif unmute ചെയ്തോളൂ. So once I start generating revenue, അപ്പം അവിടെ ഞാൻ വർക്ക് ചെയ്യണ്ടോ? ഇല്ല സർ, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അതേ സമയത്ത് എന്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്, സോറി, എന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് സ്റ്റാർട്ടിംഗ് ജനറേറ്റിംഗ് ഓട്ടോമാറ്റിക് റെവന്യൂ. ദാറ്റ് ഈസ് കോൾഡ് ഓൺ ദ ബിസിനസ്. ഇപ്പൊ ഞാൻ ചെയ്തത് ഇൻ ദ ബിസിനസ് ആണ്. ഈ റെക്കോർഡഡ് വേർഷൻ വരുമ്പോൾ ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക് ഓൺ ദ ബിസിനസ്. സോ ഞാൻ എന്താ ചെയ്തത്? ഐ സ്റ്റാർട്ടഡ് ലിവറേജിങ് മൈ ടൈം. Is that correct? ഞാൻ ഇവിടെ നിങ്ങളൊപ്പം വെറും 90 മിനിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ 90 മിനിറ്റ് എന്നുള്ള റെവന്യൂ ഐ കൻ കീപ് ഓൺ ജനറേറ്റിംഗ് ആൻഡ് ജനറേറ്റിംഗ് ആൻഡ് ജനറേറ്റിംഗ്. Is that correct? Very correct, sir. Okay, so you have to ask Asif, how can I generate revenue
in my absence. അപ്പൊ എന്റെ ഒരു ഇതാണ് സിസ്റ്റം ആസിഫ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല FBA എന്നുള്ള പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന പറഞ്ഞില്ല, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയില്ല, ഞാൻ 11th ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ പ്രോഗ്രാമിന് ഒരു ക്യാപ്ഷൻ ഉണ്ട്. ആ ക്യാപ്ഷൻ ഞാൻ ഇപ്പൊ പറയാൻ പോകും നിങ്ങളോടും എല്ലാവരോടും. ശരിക്കും കേൾക്കുക. ഇവിടെ എത്ര ഓൺട്രപ്രനേഴ്സ് ഉണ്ട്, അവരൊക്കെ ശരിക്കും കേൾക്കുക. ഞാനിപ്പോ ഇംഗ്ലീഷിലാണ് അത് പറയാൻ പോകുന്നത്, കാരണം എനിക്ക് മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. We means my organization, we don't work on your business. ഞങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലല്ല വർക്ക് ചെയ്യില്ല. Rather, we work on you. Once again, repeat, we don't work on your business, rather we work on you so that you can grow and scale your business without you. ശരിക്കും മനസ്സിലായത്, ഞങ്ങൾ നിങ്ങളെ ബിസിനസ്സിൽ വർക്ക് ചെയ്യില്ല. കാരണം ഇവിടെ ഒരുപാട് തരത്തിലുള്ള ബിസിനസ് മോഡൽസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ക്ലബ് ഹൗസിൽ ഞാൻ 16 ബിസിനസ് മോഡൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. 16 ബിസിനസ് മോഡൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ആ എല്ലാ ബിസിനസ് മോഡലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആസിഫ് ചെയ്യുന്ന ബിസിനസ് മോഡലും ആസിഫ് കൊണ്ടുപോയിട്ട് വേറെ ഐസ്ക്രീം കമ്പനി തുടങ്ങുകയാണെങ്കിൽ സെയിം ബിസിനസ് മോഡൽ അവിടെ വർക്ക് ചെയ്യില്ല. ഡു യു അഗ്രി ആസിഫ്? Correct, sir. So therefore there are different models. അപ്പൊ എനിക്ക് തന്നെ എല്ലാ ബിസിനസ് മോഡലും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ ചെയ്യുന്നത് കോച്ചിങ് ബിസിനസ് മോഡൽ, ഫ്രീഡം ബിസിനസ് മോഡൽ എന്ന് പറയാം. ഞാൻ ചെയ്യുന്നത് ഫ്രീഡം ബിസിനസ് മോഡലാണ് പറയാം. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാല്, ഞങ്ങൾ നിങ്ങളെ ബിസിനസ്സിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളെ ബിസിനസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ ബിസിനസ് നടത്തിപ്പുകാരനായിട്ടുള്ള ലീഡറിന്റെ മേലെ ഞങ്ങൾ വർക്ക് ചെയ്യില്ലേ. ഇപ്പൊ ആസിഫിന്റെ ബിസിനസ്സിലായിരിക്കില്ല ഞങ്ങൾ വർക്ക് ചെയ്യില്ല, ആസിഫിന്റെ മേലെ ഞാൻ വർക്ക് ചെയ്യാം. യു ഗോട്ട് ഇറ്റ് ആസിഫ്? സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആസിഫാണ് ആസിഫിന്റെ ബിസിനസ്സിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളാണ് ബിസിനസ് വർക്ക് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ ടു ഗ്രോ ആൻഡ് സ്കെയിൽ യുവർ ബിസിനസ്. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം നിങ്ങളെ ഡെവലപ്പ് ചെയ്യാന്നുള്ള, നിങ്ങളെ ലക്ഷ്യം നിങ്ങളെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാം. എന്റെ ലക്ഷ്യം ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല, സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭാവത്തിൽ ആ ബിസിനസ് വളർന്നു വരുമ്പോഴാണ്. നിങ്ങളുടെ അഭാവത്തിൽ, അതാണ് ഇമ്പോർട്ടന്റ്. അതിനെയാണ് ഓൺ ദ ബിസിനസ് എന്ന് പറയാം. Once again repeat, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, ഞാൻ വീണ്ടും ആ വാചകങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത്. We don't work on your business, rather we work on you so that you can grow and scale your business without you. Okay? ആ ഒരു ലൈൻ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലീഡേഴ്സിനെയാണ്. എങ്ങനത്തെ ലീഡേഴ്സ്? Those who work on the business, not in the business. ഇവിടെയുള്ള എത്ര ലീഡേഴ്സ് ഉണ്ടോ അവരൊക്കെ ഈവൻ now നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തന്നെയാണ് വർക്ക്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ബിസിനസ് നടക്കില്ലെങ്കിൽ you are in a wrong strategy. Simple as that. You are working in a wrong strategy. Your business is like a child. ഇപ്പൊ ആസിഫ് കല്യാണം കഴിച്ചാണോ? Yes sir. കുട്ടികളുണ്ടോ? ഉണ്ട്. എത്ര വയസ്സുണ്ട്? 3 പേര് സർ. എത്ര പ്രായം എത്ര? മൂത്ത കുട്ടിക്ക് എത്ര പ്രായം? Is studying in 10th standard. Is studying 10th standard. നിങ്ങൾ ആ കുട്ടി ചെറുതായിരുന്ന കാലത്ത് നിങ്ങൾ ആ കുട്ടിയെ നോക്കി കുളിപ്പിച്ചെല്ലാം ചെയ്തു. Is that correct? കുറച്ചൊക്കെ. Yes. കുറച്ചൊക്കെ. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് or someone. Okay. അതിനുശേഷം ആ കുട്ടീനെ സ്കൂളിലേക്ക് വിടാൻ തുടങ്ങി. Am I right? 10th ക്ലാസ് ആയപ്പോ നിങ്ങൾ ആ കുട്ടീന്റെ ബാക്കിലോട്ട് നടക്കില്ല, ആ കുട്ടീനെ ഒറ്റക്ക് വിട്ടു. Is that correct? വെരി മച്ച്. ആ കുട്ടി ഇപ്പൊ ഒരു 10, 21, 22 വയസ്സായിട്ട് കല്യാണം കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾ ആ കുട്ടിനെ കംപ്ലീറ്റ് മാറ്റി ആ കുട്ടി മറ്റൊരു കുടുംബമായി ജീവിക്കാൻ പോകണം. Is that correct? Yeah, correct. That is called on the business. You got me? That is called on the business. നമ്മൾ എന്തൊക്കെയാ ബിസിനസ് ചെയ്യണം അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. This is not rocket science. It's not at all rocket science. നിങ്ങൾ എങ്ങനെയാണ് ഒരു മക്കളെ വളർത്തുന്നത് അതേപോലെ ഒരു കുട്ടിയാണ് നിങ്ങളുടെ ബിസിനസ്. Don't be a parent. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട ഒരു ഫാദറിലോ മദറിലാണ്ട് പോലെ ആ കുട്ടീൻ്റെ ഒപ്പം നടക്കരുത്. ആ കുട്ടീനെ വിട്ടുകളയാം. ആ കുട്ടി വളരട്ടെ, സ്വന്തമായിട്ട് വളരട്ടെ, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റട്ടെ. അവിടെയാണ് നിങ്ങൾ ഡീസെൻട്രലൈസ് സിഇഒസിനെ സീറ്റ്സിനെ കൊണ്ടുണ്ട്. C-suites. It could be CEOs and CFOs and chief marketing officers, chief sales officer, everyone. You bring a team and you get out of it. അപ്പൊ നിങ്ങൾ ബിസിനസ്സിലല്ല വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ലീഡേഴ്സിന്റെ മേലെ വർക്ക് ചെയ്യുന്നത്. That is called decentralized business. You with me? Thank you. Yes, sir. You should have a good vision. Absolutely. Without vision, you can't do anything because you need to have a good vision. You need to have a good mission. The statement, you should be having core value. You have to have the commitments, honor, all those things should be there. That's when you become a leader. Thank you, sir. Thank you very much for your very detailed explanation. My pleasure. My pleasure. We'll work on the scalability and growth. Thank you. Thank you. Excellent. God bless you. Thank you too. You too. Okay. 16 minutes more. 16 മിനിറ്റ് കൊണ്ട് അടുത്ത ചോദ്യം ചോദിച്ചു. ചോദിക്കാത്തൊരു ചോദിക്കാം പ്ലീസ്. ഈ ഒരു ചോദ്യോത്തരം നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യേണ്ട, ഇവിടെയുള്ള എല്ലാവർക്കും വാല്യൂ ആഡ് ചെയ്യേണ്ടെന്നുള്ളത് അറിഞ്ഞേക്കുള്ളൂ. യെസ് ഓർ നോ? നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യേണ്ടെന്നുള്ള യെസ് ഓർ നോ?
ടൈപ്പ് ചെയ്യാം. Yes or no? Am I adding value? ഇത് വെറുതെ waste of time ആണോ അല്ലെങ്കിൽ am I adding value? Good. Thank you very much. Okay, good. Great. Thanks a lot. Okay, let's go for the next question, please. ആർക്കെങ്കിലും ചോദിക്കാം? എനിക്ക് അറിയാവുന്ന ഉത്തരമാണ് ഞാൻ തീർച്ചയായിട്ടും പറയാം. Go ahead. Sir, എൻ്റെ പേര് ഉസ്മാൻ ആണ്. പറഞ്ഞോളൂ. ഒരു വ്യക്തി പറയാം. പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. Yes. പറഞ്ഞോളൂ, പേര് എന്തായിരുന്നു? സർ, എൻ്റെ പേര് ഉസ്മാൻ എന്നാണ്. ഓക്കെ, ഉസ്മാൻ എവിടുന്നാ വിളിക്കുന്നത്? ഉസ്മാൻ എവിടുന്നാ വിളിക്കുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ്. ഗാർമെന്റ് മാനുഫാക്ചറിംഗ് ചെയ്യുന്നു, ഗാർമെന്റ് ബിസിനസ് ചെയ്യുന്നു. Okay. Did you say Mangalore or Bangalore? ബാംഗ്ലൂരിൽ നിന്നാണ് സർ. Bangalore. Okay, tell me. Okay, and then question. ബാംഗ്ലൂർ. Okay, go ahead. What's your question, please? Sir, actually I am into manufacturing business. Okay. ബി ആണ് ബിസിനസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ബ്രാൻഡ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ് ആണ് എന്റെ. വൈറ്റ് ലേബൽ. ഹലോ, കേൾക്കാവോ സർ? വൈറ്റ് ലേബൽ ബിസിനസ് അല്ലേ? ഹലോ. വൈറ്റ് ലേബൽ അല്ലേ? Yes, white label only. Okay. PLR. Yes, 100% white label. It's a PLR. Yes. PLR. Reliance, Max ഇങ്ങനെ പോലുള്ള ആളുകൾക്കുള്ള ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അവരുടെ FOB ബിസിനസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay. ബട്ട് ഇതിലൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ക്രെഡിറ്റ് ഓറിയന്റഡ് ബിസിനസ് ആണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഫസ്റ്റ് കോവിഡ് ഇത് വന്ന സമയത്ത് തന്നെ ക്രെഡിറ്റ് ബിസിനസ്സിൽ നമുക്ക് വലിയൊരു അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാനിപ്പോ എന്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി മാറ്റാനും വേണ്ടിയിട്ട് ഒരു നോർമലി നമ്മൾ ഈ ബിഗർ ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വളരെ നോമിനൽ മാർജിൻ ബിഗ് വോള്യത്തിൽ ഒരു 10% മാർജിനിലാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഓൺ രജിസ്റ്റേർഡ് ബ്രാൻഡ് ഉണ്ട് എന്റെ. അപ്പം എനിക്ക് അത് ഇതേ പെർസെന്റേജ് ഓഫ് മാർജിൻ വെച്ചിട്ട് റീറ്റെയിലേഴ്സിന്റെ മീൻസ് ഡയറക്റ്റ് കസ്റ്റമറിന്റെ അടുത്തേക്ക് ഇതേ മാർജിൻ എനിക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല വോള്യത്തിൽ ചെയ്യാനും പറ്റും, ക്യാഷ് ബിസിനസ്സും ചെയ്യാൻ പറ്റും. കാരണം ക്രെഡിറ്റ് ബിസിനസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് വലിയൊരു എമൗണ്ട് മാർക്കറ്റിൽ സ്ട്രക്കപ്പ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആംബിഷൻ എന്ന് പറയുന്നത് ഞാനൊരു ബിസിനസ് ഫൈനാൻഷ്യൽ ബാങ്ക് ഇൻട്രസ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഐ വോണ്ട് ടു ക്ലോസ് ദാറ്റ് ബാങ്ക് ലോൺ. സോ ബിക്കോസ് ഓഫ് ദിസ് ക്രെഡിറ്റ് ബിസിനസ് ഐ എം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. എന്റെ ചെറിയ ലോൺസ് ഒക്കെ അൽഹംദുലില്ലാഹ് ഞാൻ ക്ലോസ് ചെയ്തു. ബട്ട് വലിയ ലോൺസ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് മൈ ഡെപ്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഐ എം നോട്ട് ഗെറ്റിംഗ് ദ ഫണ്ട്. സോ B2C ചെയ്യുമ്പോൾ എന്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഈ കസ്റ്റമർ ആരും എന്തല്ല ഒരിക്കലും ക്രെഡിറ്റിന് ബിസിനസ് ചെയ്യുന്നവരല്ല ടു ദ എൻഡ് യൂസർ. അത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, ഈവൻ ബ്രാൻഡ്സ് ആവട്ടെ, ആരും എന്തല്ല കസ്റ്റമർക്ക് ഇവർ ക്യാഷിനാണ് വിൽക്കുന്നത്. 1% ഓഫ് മാർജിനിൽ നിന്നുകൊണ്ട് തന്നെ മൈ ആംബിഷൻ ഇസ് മിനിമം ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ഷർട്ട്സ്, പാക്കേജ് ഓഫ് 3 ഷർട്ട്സ് 999 MRPയിലേക്ക് വിൽക്കണം എന്നുള്ളത് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 999 വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 10% മാർജിൻ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐ എം ഡാം ഷുവർ. ബട്ട് എന്റെ എക്സ്പെൻഡിച്ചേഴ്സ് എനിക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ പലരിടത്തും കൺസൾട്ട് ചെയ്യുമ്പം എല്ലാവരും എന്നെ ബാക്കോട്ട് വലിക്കുന്നതാണ്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു യു ക്യാൻ ഡു ദാറ്റ് എന്നുള്ളത്. ബട്ട് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നു നോ യു കനോട്ട് ഡു ദാറ്റ്. But I'm just behind in that, sir. So it is your intuition. Can you give any solution? Yeah, let's talk about it. Okay, so it's your intuition which is telling that you can go forward. Am I right? Intuition, only the intuition about I can do yes, it. 100%. 100%. I'm sure. Okay. Yes, please. Is it Hina? Let me tell a thing. Yeah. Uncle, yes, Sensei. Uncle, here's problem. Yes, I heard that. See, in the students കണ്ടുപിടിക്കട്ടോ. എനിക്ക് ഇത് നിങ്ങൾ ഉസ്മാൻ ഒരു പദം യൂസ് ചെയ്തത് അപ്പൊ തന്നെ എന്റെ സ്റ്റുഡന്റ് കണ്ടുപിടിച്ചു. നിങ്ങൾ ഫസ്റ്റ് ടൈം തുടങ്ങിയത് പ്രോബ്ലം എന്ന് പറഞ്ഞത് തുടങ്ങി. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടു അത്. ഓക്കെ, ഉസ്മാൻ കേട്ടോ? യെസ്. ഓക്കെ, ഒരിക്കലും പ്രോബ്ലം എന്നുള്ള പദം യൂസ് ചെയ്ത് കേട്ടോ. കാരണം എന്റെ സ്റ്റുഡൻസ് കണ്ടുപിടിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതുണ്ട്. ഓക്കെ, so sorry sir, it is a challenge actually. You told that I forgot. Exactly. And you have to be very careful. That is a challenge. Sorry. Good, great. So my students are very careful. They are great listeners. Okay, but then 4th grade or 5th grade students, we are building them as leaders so that they can talk to leaders and communicate with leaders. Thank you, Rana. Thank you, Hannah. Thank you very much. Okay, going back, that's an intuition. Intuition is a leadership quality. Okay, let me tell you, Usman, intuition is the leadership quality number 8 another.
ഓക്കെ, വേണം എഴുതി വെച്ചോളൂ. എല്ലാവരും അവിടെ എഴുതി വെച്ചോളൂ. LS8 ടൈപ്പ് ചെയ്യാം. LS8 ഇറ്റ്സ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു ലീഡർഷിപ്പിനുള്ള ക്വാളിറ്റി നമ്പർ 8 ആണ് ഇൻറ്റ്യൂഷൻ. അതായത് ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് അയാൾക്ക് ഒരു സിക്സ്ത് സെൻസ് പോലെ തോന്നുന്നത്, ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, സോ ഗോ ആൻഡ് ടൈപ്പ്. If you got it, type LS8. LS8 the type, leadership quality, good. Okay, now Usman, I want to ask you a couple of questions. Are you ready, Usman? Keep yourself unmuted, okay? Usman തോന്നുന്നുണ്ട് ഇത് വിജയിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ എല്ലാ കൺസൾട്ടന്റിനോട് ചോദിച്ചപ്പോ കൺസൾട്ടന്റ് ഒക്കെ പറഞ്ഞു ഇത് വിജയിക്കാൻ ചാൻസ് ഇല്ല. Am I right? Is that correct? Yes, sir. Yes. Okay. Yes, sir. So here's my question. Give me 3 people, okay? Give me 3 people that you know, or 3 business that you know are doing exactly what you plan to do. So it's അവരുടെ മാർജിൻ ബേസ് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല സർ. ഓക്കെ, അവിടെ മാർജിൻ എത്രയാണ് സർ? എല്ലാവരും ഈ ഒരു ഫീൽഡിൽ ഓൾമോസ്റ്റ് ഒരു 30-40% മാർജിൻ എടുത്തിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. Because of I am a manufacturer, that is the reason only I am thinking that I can do എന്നുള്ളത്. കാരണം ഇതൊരു വോള്യൂമെട്രിക് ബിസിനസ്സിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ I am damn sure I can do that. I can feed my factory. Okay, go ahead. Yes. Yeah. I have the production capacity of 1 lakh pieces per month in my own factory. Okay. So within these premises, if I will do my production, in my factory margin, I can take minimum of net 5%, and in business net almost 8 to 10% I can take in this business also, with the good quality of shirts, good quality of garment. Okay. I'm sure in that. Okay, but you said that you have nobody, you don't know anyone in the market right now who is doing exactly what you plan to do. Is that right? No, I don't know, sir. I don't know, sir. Okay, can you do a study? Did you ever do a market? Did you ever do നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മാർക്കറ്റ് സ്റ്റഡി ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ചിടത്തോളം ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് B2Bയിലേക്കാണ് കൂടുതൽ വോള്യൂമെട്രിക് ബൾക്ക് വോള്യൂം. നമ്മൾ അത് മാറ്റി വെക്കുക. Now you are not doing B2B, am I right? You are not doing B2B, you are doing B2C. Is that correct? Yes, sir. So my challenging question is that, Usman, can you do your research for a couple of days to know is there anyone who is doing that? Definitely, sir. I will do that, sir. And if you don't get anyone, then you should not do it. Okay. Very simple. അതിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. Do not go and reinvent the wheel. എത്ര പേർക്ക് അത് മനസ്സിലായത്? മലയാളത്തിൽ എങ്ങനെ പറയാന്നുള്ള എനിക്കറിയില്ല. Do not go and reinvent the wheel, because you have to see whether there is a wheel which is rolling, which is running. Then you model it and you modify it. Once again, repeat. നിങ്ങൾ ഒരിക്കലും ഒരു വീൽ ക്രിയേറ്റ് ചെയ്ത്, okay, you should not create റീഇൻവെന്റ് ചെയ്യാം. ഓൾറെഡി ഒരു ചക്രം ഉണ്ട്, നമുക്കറിയാം ചക്രമാണ് ഏറ്റവും സ്പീഡിൽ പോകുന്ന സാധനമാണ്. അത് കൊണ്ടുപോയിട്ട് റീഇൻവെന്റ് ചെയ്യാം. നിങ്ങൾ പോയി നോക്കാം, ആരെങ്കിലും അത് ചെയ്യേണ്ടെന്ന് നോക്കാം. ആ ബിസിനസിനെ മോഡൽ ചെയ്യാം. മോഡൽ വെച്ചാൽ കോപ്പി ചെയ്യണ പോലെ തന്നെ അതിന് മോഡൽ ചെയ്തിട്ട് നിങ്ങളുടെ ഉസ്മാനിസമാക്കി മാറ്റാം. You got me? That is called modifying it. If there is nobody after doing research, നിങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം B2C ആരും ഇത് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, you should not be doing that, because there is no value for it. There's a risk factor maybe behind that, or it could be anything. നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ പോലത്തെ മാനുഫാക്ചറേഴ്സ് ആണ് ചെയ്യേണ്ടത് നോക്കണം. Because you are a manufacturer, am I right? So നിങ്ങളുടെ അതേപോലത്തെ ഒരു സെക്കൻഡറി ഉസ്മാനെ കണ്ടുപിടുത്താം. നിങ്ങളുടെ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി, നിങ്ങളെല്ലാ ടാലന്റ് ഉള്ള വ്യക്തി, നിങ്ങളെല്ലാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തി, അങ്ങനത്തെ ഒരു വ്യക്തി ഇത് ചെയ്യേണ്ടോ ഇല്ല എന്നാണ് നോക്കേണ്ടത്. അത് ചെയ്തിട്ടാണ് വിജയിക്കേണ്ടതെന്ന് നോക്കുന്നത്. That is the market research. You do exactly like who you are. And if you don't find anyone, then that is a wrong strategy you are going to use. If you can find someone, then model him and modify him. Modify what is good. Are you with me? Okay. Yeah, right. Is it okay with you? Is it okay with you? Thank you, sir. Thank you. You're most welcome. Yeah, sir. Thank you. ഏതാണ് ഒരു പദം യൂസ് ചെയ്യാൻ പാടില്ലാത്ത പദം ഏതായിരുന്നു? Problem. It's a challenge. Exactly correct. Exactly correct. Okay. I want to join the public speaker platform with you. I have also the same problem.
Come and join. ആർക്കൊക്കെ പബ്ലിക് സ്പീക്കേഴ്സ് ആവാൻ താല്പര്യമുള്ളത്? ആർക്കൊക്കെ പബ്ലിക് സ്പീക്കർ ആവാൻ താല്പര്യം? ജസ്റ്റ് ടൈപ്പ് PS ടൈപ്പ് ചെയ്യാം. പ്രൊഫഷണൽ സ്പീക്കർ. ഞങ്ങൾ പബ്ലിക് സ്പീക്കർ ആയില്ല, PS 30 ദിവസം കൊണ്ട് ഞാൻ മാറ്റി തരുന്നതാണ്. Who wants to be a professional speaker? PS ടൈപ്പ് ചെയ്യാം. Type ചെയ്തോളൂ, അവിടെ പോയി ടൈപ്പ് ചെയ്തോ. Let me see. Who wants to be a public speaker, professional speaker? Okay. And very good. See, there are a lot of people. കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എവിടെ നിങ്ങൾ സെൽ ചെയ്യാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കുക, if you want to sell something, if you want to sell your product, if you want to sell your service, you have to sell yourself. How can you sell a product and service if you can't sell yourself? നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുക? നിങ്ങളെ നേരത്തെ ഒരു സീഡ് സെല്ലിംഗ് ഞാൻ ചെയ്തു. Am I right? ഞാൻ സീഡ് സെല്ലിംഗ് ചെയ്തു ഇവിടെ. ഞാൻ എന്റെ പറഞ്ഞത് എല്ലാവരും 11-ാം തീയതി വരണം, എല്ലാവരും കേൾക്കണം. ഞാൻ അന്ന് ഒരു സംഭവം സെല് ചെയ്തു. Am I right? ഞാൻ അത് സെല് ചെയ്ത് കഴിഞ്ഞു ഇവിടെ. How many of you got it? Say got it. ഞാൻ ആകെ എടുത്തിട്ടുള്ള ജസ്റ്റ് 1 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഞാൻ അത് പറയാൻ വേണ്ടിട്ട്. 1 മിനിറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങളെ മനസ്സിലിപ്പോ വന്ന് 11-ാം തീയതി എന്തായാലും സെൻസാന്റെ ക്ലാസ്സിൽ പോയാൽ മതിയാവും. 15 മിനിറ്റ് അതൊക്കെ ശരി കേട്ടോ. 15 മിനിറ്റ് ഞാൻ തരുള്ളൂ എന്നൊക്കെ സെൻസായി പറഞ്ഞ് തീർച്ചയായിട്ടും ക്ലാസ്സിൽ പോകണം. സോ അതിന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം സംസാരിക്കണം. അപ്പൊ സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ, കണക്ട് ചെയ്യാൻ പറ്റുന്ന കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല പ്രൊഡക്റ്റ് ആയാലും വേണ്ട, നിങ്ങൾക്ക് അത് വിൽക്കാൻ പോടില്ല. സോ ദ വെരി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു നിങ്ങളുടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, യുവർ കണക്ഷൻ സ്കിൽ, യുവർ നെഗോഷിയേഷൻ സ്കിൽസ് അതിനെ വളർത്തിയെടുക്കുന്ന ആസ് എ ലീഡർ. നിങ്ങൾക്ക് ഏത് ബിസിനസ്സിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടായാൽ മതി. അത് ഏത് ലാംഗ്വേജിലും വേണ്ടില്ല. ഇംഗ്ലീഷ് അറിയുന്നേ ഇല്ല, മലയാളത്തിലായാലും മതി. യു ഹാവ് ടു ഡെവലപ്പ് ദാറ്റ്. സോ ആർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ just go Shamira, coach Shamira and contact you. Shamira, just add your number there. ആർക്കെങ്കിലും ട്രെയിനർ ആവാൻ താല്പര്യമുണ്ടോ? ബിക്കോസ് ഇന്ന് $325 billion ബിസിനസ് ആണ് ട്രെയിനിങ് ബിസിനസ്, കോച്ചിങ് ബിസിനസ്. അതാർക്കും താല്പര്യമുണ്ടോ? അതിന് പോയിട്ട് ഷമീറ മാമിനെ കോൺടാക്ട് ചെയ്യുക. വി ആർ ഗോയിങ് ടു ഹെൽപ് യു. നിങ്ങൾക്ക് 1 വർഷം 2 വർഷം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ് ഞാൻ. അതിലൊന്നും വിശ്വസിക്കാത്ത വ്യക്തിയാണ്. ഒരു ഡിപ്ലോമ എയർലൈൻസിൽ ഒരു ഡിപ്ലോമ കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം 2 വർഷം പിടിക്കുന്ന ഡിപ്ലോമ ഞാൻ അതെല്ലാം ചെയ്ത് കിട്ടിയ 41 ഞാൻ ഒരുമിച്ച് ചെയ്തത്. 41 കാരണം ഞാൻ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, എനിക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. 14 ചെയ്തപ്പോൾ തന്നെ ഞാൻ ലോക റെക്കോർഡായി മാറി. ആരും ഇന്നേ വരെ എനിക്ക് 41 ഉണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് എന്റെ ലോക റെക്കോർഡ് ആരും തന്നെ പൊട്ടിച്ചിട്ടില്ല. ഞാൻ തന്നെ എന്റെ വേൾഡ് റെക്കോർഡ് 8 പ്രാവശ്യം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഞാൻ തന്നെ തിരുത്തിയത്. 8 പ്രാവശ്യം എന്റെ വേൾഡ് റെക്കോർഡ് ഞാൻ തന്നെ തിരുത്തിയിട്ട് കഴിഞ്ഞു. Why? Because ഞാൻ എപ്പോഴും നോക്കുന്നത് how can I save time now? How can I leverage time? എത്ര പെട്ടെന്ന് എന്ത് പഠിക്കാൻ പറ്റും, എത്ര പെട്ടെന്ന് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റും, എത്ര പെട്ടെന്ന് അതിന് റവന്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, അതിന് ഉള്ള പ്രോഗ്രാമിംഗ് ഞാൻ എടുക്കുള്ളൂ, അതേ ഞാൻ പഠിപ്പിക്കുള്ളൂ. So within 30 days, within 60 days, if you want to become a trainer, if you want to become a coach, if you want to become a speaker, that is Shamira. You can contact her. I'll take one last question. I think I got 3 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ആ 3 മിനിറ്റ് റെസ്പെക്ട് ചെയ്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. അത് കഴിഞ്ഞാൽ എന്റെ മാനേജർ ഉണ്ട് ഹെന, they will block me out. So I'll take one last question. Take just one question, please. I'll take one last question. 3 മിനിറ്റിന്റെ ആരും വന്നിട്ടില്ല, then we'll call this as a day. One last, yes please, go ahead. What's your name and where are you from? Sir, ഞാൻ ശോഭിൻ തന്നെയാണ്. ആരും എടുക്കുന്നില്ലെങ്കിൽ ചോദിച്ചോട്ടെ. ആരെങ്കിലും എടുക്കണ്ടോ? ഇല്ല. Okay, Shobin, go ahead. What's your question? സാർ പറഞ്ഞില്ലേ ഈ ഡിപ്ലോമ എല്ലാം സാർ എടുത്തെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ എന്റെ 10th കംപ്ലീറ്റഡ് ഒന്നും അല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് 41 ആയി. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും? 41 എനിക്ക് എത്ര വയസ്സായെന്ന് അറിയോ? ഞാൻ 10ാം ക്ലാസ് തോറ്റ വ്യക്തിയാണ്. 8ാം ക്ലാസ് സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ വ്യക്തിയാണ് ഞാൻ. കേന്ദ്രീയ വിദ്യാലയം പ്രൊഡക്റ്റ് ആണ്, KV പ്രൊഡക്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്കൂളിൽ ഒന്നാണ് KV. അതിൽ 8ാം ക്ലാസ്സിൽ പിടിച്ച് പുറത്താക്കിയ വ്യക്തിയാണ് ഞാൻ. എനിക്ക് മലയാളം അറിയണ്ടായിരുന്നില്ല. മലയാളം ഞാൻ പിന്നീട് തറപ്പറക്ക് 8ാം ക്ലാസ് ഞാൻ പഠിച്ചത്. എന്നിട്ട് പോലും ഞാൻ 10ാം ക്ലാസ് വരെ എത്തി. 10ാം ക്ലാസ് പിടിച്ച് 8ാം ക്ലാസ് ഞാൻ തോറ്റുപോയ വ്യക്തിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഡിപ്ലോമ ചെയ്യാൻ പറ്റും? സോറി, അത് കഴിഞ്ഞിട്ട് നമുക്ക് 10th കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? 10th പിന്നെ പാസ്സാവേണ്ടി വന്നു. ഞാൻ പാസ്സാക്കേണ്ടി വന്നു. പാസ്സായ ശേഷമാണ് പിന്നെ ഇന്നിപ്പോ ഈ ലെവലിലേക്ക് എത്തിയത്. ഞാൻ ഈ പറഞ്ഞ ഗ്രാജുവേഷനും ഡോക്ടറേറ്റ്, എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതിൽ ഏവിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടു സർ. ഓക്കെ, പക്ഷെ ഞാൻ അത് പദം യൂസ് ചെയ്യില്ല. എന്നാ ആരും എന്നോട് ഡോക്ടർ ഫാറൂഖ് എന്ന് പറയാൻ ഡോണ്ട് യൂസ് ദാറ്റ്. കാരണം എനിക്ക് ഇഷ്ടമല്ല. ഡോക്ടർ ഫാറൂഖിനെ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് സെൻസായി എന്റെ പേര് എനിക്ക് ഇഷ്ടം. ദിസ് ഇസ് മൈ ബ്രാൻഡ് ആൻഡ് ഐ വാണ്ട് ടു ബി നോൺ ബൈ മൈ ബ്രാൻഡ്. സോ ടെൽ മീ ഷോബിൻ, ഇന്ന് എനിക്ക് 54 വയസ്സാണുള്ളത്. ഞാൻ ഇന്നും
എനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവരെക്കാളും കൂടുതൽ ഓരോ ദിവസം ഞാൻ വായിക്കണ്ടാവും. അതിനേക്കാളും കൂടുതൽ ഞാൻ എന്റെ സ്വന്തം ഡെവലപ്മെന്റ് വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നത്. ചുരുങ്ങിയത് ഒരു 7 മണിക്കൂർ, 7 എന്ന് വെച്ചാൽ മിനിമം ആണ്, 7 മണിക്കൂർ മിനിമം ഞാൻ എന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ ചെയ്തോണ്ടിരിക്കും. You got me? So നിങ്ങളിപ്പോ 41 ആണെന്ന് പറഞ്ഞു അല്ലെ? 41 ഏജ് 41 അല്ലേ പറഞ്ഞത്? 41 you are too young. ഷോബിൻ, നിങ്ങൾ വളരെ യങ് ആണ് ഇപ്പോ. Men starts at 40 എന്നാ പറഞ്ഞിട്ടില്ലേ? നിങ്ങളൊരു men അല്ലേ, പുരുഷനാണല്ലോ. Men starts at 40 and men are naughty in 40 എന്നാ പറയല്ലേ? ഓക്കെ, നിങ്ങളിപ്പോ ഒരു വയസ്സുള്ള ഒരു ആളായിട്ടുള്ളൂ. ഓക്കെ, 41 അല്ലേ, ഒരു വയസ്സായിട്ടുള്ള. സജഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു അഭിപ്രായം പറയാമോ? നിങ്ങൾക്ക് എന്താണ് ആവേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ലോകത്ത് ഒരു മനുഷ്യർക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ പാരന്റ്സിന് പോലും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റില്ല. ഞാൻ യെസ്, ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ വോണ്ട് ടേക്ക് another question. ഹെന, ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ? യെസ് പ്ലീസ്. ഓക്കെ, ഐ ആം ജസ്റ്റ് ആൻസറിംഗ് ദിസ് ക്വസ്റ്റ്യൻ. ഹെന, okay, I'll answer only this question. Okay, so ഷോബിന് എന്താണ് ആവാൻ ആഗ്രഹം എന്നുള്ളത് ഷോബിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ സിബ്ലിങ്സിനോ നിങ്ങളുടെ പാരന്റ്സിനോ ആർക്കും തന്നെ അറിയാൻ പറ്റില്ല. ഷോബിൻ പറയും എന്താ ആവാൻ ആഗ്രഹം? ബിസിനസ് നല്ലൊരു പൊസിഷൻ ആണോ എന്നുള്ളതാണ് ആദ്യം. ഓക്കെ, അത് ഇൻകംപ്ലീറ്റ് ആണ്. അവിടെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, ബിസിനസ്സിൽ എനിക്ക് പേര് നേടണം, അതല്ല വേണ്ടത്. ഏത് ബിസിനസ് ആണ് പറയാം? ആക്ച്വലി എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം സാറിന്. സാറിനോട് ഞാൻ വാട്സപ്പ് ചെയ്താൽ മതി. ഇതിന്റെ ഉത്തരം ഞാൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? എന്തില്, ഏത് ബിസിനസ്? ഇപ്പോൾ അറ്റ് പ്രസന്റ് ചെയ്യുന്ന ബിസിനസ്സിൽ മുന്നോട്ട് നല്ല പൊസിഷനിൽ വരണമെന്ന്, ഒരു ലീഡിംഗ് ഫേമായി മാറണമെന്നാണ്. എന്ത് ബിസിനസ് ആണ്? സൈൻ ബോർഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോറി, വൺസ് അഗൈൻ. സൈൻ ബോർഡ് ഇൻഡസ്ട്രി, സൈനേജ് ഇൻഡസ്ട്രി. സൈനേജ് ഇൻഡസ്ട്രി. ഓക്കെ, ഫൈൻ. അപ്പൊ അതില് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടി, 3ാം സ്ഥാനം കിട്ടിയ കുട്ടി ഓക്കെ, 3 കുട്ടികൾ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം കിട്ടിയ കുട്ടി എന്ന് വിചാരിക്കും. കേരള അടിസ്ഥാനത്തിൽ ആ 3ാം സ്ഥാനം കിട്ടിയ കുട്ടി ആര് നോക്കിയിട്ടായിരിക്കും മുമ്പോട്ട് കടക്കാൻ നോക്കുക? 1ാം സ്ഥാനം കിട്ടിയ. റൈറ്റ്. അപ്പൊ നിങ്ങൾ സ്വന്തമായി നിങ്ങൾ ചോദിക്കേണ്ടത്, ഇവിടെയുള്ള എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങളൊരു സ്ഥാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മാർക്കറ്റിൽ ഏത് സ്ഥാനം നിങ്ങൾ ഇരിക്കുന്നത്? ഒരു മാർക്കറ്റ് ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിൽ ഏത് ലെവലാണ് നിൽക്കുന്നത്? In other words, നിങ്ങളെക്കാളും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നത് വേറെ ആരെങ്കിലും ഉണ്ടാവും? തീർച്ചയായും ഉണ്ട് സർ. ഓക്കെ, അതിൽ ഏറ്റവും ടോപ്പ് ബിസിനസ് ചെയ്യുന്ന 2 പാർട്ടിന്റെ പേര് പറയണ്ട, നിങ്ങൾക്ക് അറിയാവൂ. 2 പാർട്ടി നിങ്ങളെക്കാളും അറിയാം. അവര് നിങ്ങൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യാത്ത 3 കാര്യങ്ങൾ എന്താണ്? അവർ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യാത്ത 3 കാര്യങ്ങൾ എന്താണ്? ഇതിനകത്ത് ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. Okay, take one segment. I'm going to example. Take one segment so that you can go and help yourself. Take one segment. Tell me what are the 3 things that you don't do, but they do. They do all type of signboard works. Number two. Their advanced missions are there. Number 3. Nalla marketing team and clients. Okay, great. ഓക്കെ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോബിന് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്താണ്? ഷോബിൻ 3 കാര്യം പറഞ്ഞു. That's a gap. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ give me 3 things. Give me 3 solution to the challenge. Give me 3 solution. ഞാൻ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ക്ലയൻസിന്റെ അവർ ചെയ്യാത്ത കാര്യങ്ങളിലോട്ട് എൻട്രി, അതിനെ സ്റ്റഡി ചെയ്തെടുക്കണം. Number 2. അഡ്വാൻസ്ഡ് മിഷൻസ് നമ്മളും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കണം. Number 3. അവരുടെ മാർക്കറ്റ് ഷെയർ പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഈ 3 കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ എടുക്കാം. ഓക്കെ, take one thing. What do you like? A study. Number 2 is advanced things, and number 3 is marketing. Which one do you like to talk about? Take one. Pick one. I'm helping you. Pick one. ഇതിൽ 3 ഒരു കാര്യം ഇപ്പൊ പിക്ക് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Pick one. 3ാമത്തെ കാര്യത്തെ എടുക്കാം. മാർക്കറ്റിംഗ് അല്ലേ? മാർക്കറ്റ് ക്ലയൻസിനെ എടുക്കാം. ഓക്കെ, ആ ക്ലയൻസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിനുള്ള 3 ലിമിറ്റേഷൻസ് എന്താ പറയാം? ഷോപ്പിന് അത്രയും ക്ലയൻസിനെ കിട്ടില്ല നിങ്ങൾക്ക് അല്ലേ? അപ്പൊ അതിൽ ലിമിറ്റേഷൻസ് എന്താ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് ഇതിന്റെ കാരണം എനിക്ക് കിട്ടാത്ത, ഇതിന്റെ കാരണം കിട്ടാത്ത, ഇതിന്റെ കാരണം കിട്ടാത്ത ഒന്ന് പറയാം. 3 ലിമിറ്റേഷൻസ് പറയാം.
ബേസിക്കലി ക്ലയൻസ് നോക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ വരുന്ന നമ്മുടെ ടേൺ ഓവർ ഒരു പ്രശ്നമാണ്. എക്സ്പീരിയൻസ് സ്കില്ല് കുറവുള്ള ലേബേഴ്സ് ആയിരിക്കും ഇല്ലെന്നുള്ളതാണ് ക്ലയന്റ്. നമ്പർ 3 ഇതായിരിക്കും. പറയണ്ട, സോറി. Number 3 is pairing mode, waiting for device to connect. Number 3, sir, time വെച്ചാൽ എങ്ങനെയായിരിക്കും? ടൈം എന്ന് പറഞ്ഞാല് ഓക്കെ, can you hear me? കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. Okay, completion time. Sir, അവരുടെ പ്രോജക്ട്സ് completion time. Okay, completion time അല്ലേ? completion time അല്ലേ? അതെ. Okay, ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ടേൺ ഓവർ പറഞ്ഞു, ഒന്ന് എക്സ്പീരിയൻസ് ആൻഡ് സ്കില്ല് പറഞ്ഞു, മൂന്നാമത്തെ നിങ്ങൾ 3 കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് നിങ്ങൾ ടേൺ ഓവർ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് 3 കാര്യങ്ങൾ. ഒന്ന് ടേൺ ഓവർ, നമ്പർ 2 എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ സ്റ്റാഫ് ആണ് നിങ്ങൾ പറഞ്ഞത്. മൂന്നാമത് നിങ്ങൾ പറഞ്ഞത് ടൈം, ഡെലിവറി ടൈം. കേട്ടല്ലോ? അതില് ഒരു ടോപ്പിക് എടുക്കുക. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഏതാണ്? ഓക്കെ, ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പറയാം. 3 കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കിൽ ലേബേഴ്സിനെ സെർച്ച് ചെയ്ത് നമ്മുടെ ഇതിലോട്ട് കൂടുതലായിട്ട് കൊണ്ടുവരിക. ഓക്കെ, നമ്പർ 2 അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, നമ്പർ 3 അറിയില്ല സർ. ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു ഞാൻ എന്താ ചെയ്തത്? ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ കോച്ചിങ് എന്ന് പറയാം. ഒരു വ്യക്തി, അത് ഏതൊരു വ്യക്തി, ലോകത്തുള്ള ഏത് വ്യക്തി കോച്ചബിൾ ആ താല്പര്യം, അതായത് ഇപ്പം ഷോബിനെ പോലെ അല്ലെ XYZ ആരാണോ മുമ്പോട്ട് പോകാൻ താല്പര്യം, ലോകത്ത് ഏതൊരു വ്യക്തി ആണെങ്കിൽ പോലും ആ വ്യക്തിനെ നമുക്ക് കോച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഒരു കൺട്രിന്റെ പ്രസിഡന്റ് ആയാലും വേണ്ടില്ല, നമുക്ക് കോച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. എത്ര പേര് അത് വിശ്വസിക്കേണ്ടത് യെസ് എന്ന് പറയാം? എത്ര പേര് അത് വിശ്വസിക്കേണ്ടത് യെസ് എന്ന് പറയാം? Yes sir, surely. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കേണ്ട ഓരോ വ്യക്തിയും, ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും നിങ്ങളുടേതായ ഒരു കഴിവുണ്ട്. ഇപ്പൊ ഷോബിൻ പറഞ്ഞ ബിസിനസിനെ കുറിച്ച് എനിക്കൊരു ABCD പോലും അറിയില്ല. സത്യമാണത്, എനിക്കൊരു ABCD പോലും അറിയില്ല. പക്ഷെ ഒരു വ്യക്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിന്റെ അടുത്ത് അതിന്റെ ഉത്തരമുണ്ട്. മനസ്സിലായി? അത് നമുക്ക് അറിയില്ല. അതിനാ നമ്മൾ ഹിഡൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഹിഡൻ പൊട്ടൻഷ്യൽ നിങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ അവിടുത്തെ ടോപ്പ് ബിസിനസ് ഏതാണ്, ആ ബിസിനസിനെ ഇപ്പൊ എനിക്കൊരു 2 ദിവസം തരാണെങ്കിൽ ഞാൻ ഇങ്ങനെ കോച്ച് ചെയ്ത് ജസ്റ്റ് എനിക്ക് ഒരു 10 മിനിറ്റ് വെച്ച് ഞാൻ കോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ആ ബിസിനസ് എത്തിയേണ്ടത് അതേ സ്ഥാനത്ത് നിങ്ങൾ മെന്റലി നിങ്ങൾ സെറ്റ് ആവും, ഫിറ്റ് ആവും, and you will also reach there. Shobin, you got me? Yes sir, thank you sir. Okay, so it's so simple. I just need to talk to you. That's how you do it. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഇവിടെ തീരണം. പക്ഷേ ഇന്നത്തെ സെഷന് ഞാൻ ഇപ്പം നിങ്ങൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്, എത്ര പേര് ഇതിൽ വാട്സാപ്പിൽ എന്റെ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ തീർച്ചയായിട്ടും എന്റെ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഐ ആം ഗോയിങ് ടു ടൈപ്പ് മൈ നമ്പർ ടു എവരിവൺ ഹിയർ. ഓക്കെ, everyone. Okay, so it's 9946421919. ആ വാട്സ്ആപ്പ് മെസ്സേജിൽ നിങ്ങളെ പേര് അയക്കാം. ഓക്കെ, ഞാൻ നിങ്ങളെ ആഡ് ചെയ്തോളാം. നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് തരാം. ഹൗ വാസ് ഇറ്റ് ഇൻ ദിസ്? വെറുതെ ഫീഡ്ബാക്ക് തരാതെ പോയത് അതെനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. നിങ്ങൾ ഫീഡ്ബാക്ക് തരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ ഐ വാണ്ട് യുവർ ഫീഡ്ബാക്ക്. ഹൗ വാസ് ഇറ്റ്? എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? മലയാളം ഇത് ഞങ്ങളുടെ 3ാമത്തെ സെഷനാണ് തോന്നുന്നത് മലയാളത്തിലുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എനിക്ക് മലയാളം കറക്റ്റ് അല്ല എന്നുള്ള എനിക്കറിയാം. എന്നിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഓപ്പൺ ദിസ് രാത്രി 12 മണി വരെ ആ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അയക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ് ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. താങ്ക് യു സർ. Thank you, Sensi. Thank you. Thank you. Good night.
Thank you. വാട്സാപ്പിൽ കാണാം സാർ, വാട്സാപ്പിൽ കാണാം. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഓൺ ചെയ്യുന്നു. താങ്ക് യു. എല്ലാവരോടും ഗുഡ് നൈറ്റ്.